सहस्रवस्तवं ज्येष्ठराजन् ब्रह्मणस्त्वदानिष्ठन्वन् सीदसादनं महागणाधिपते नमः वरसिद्धिविनायकस्वामिने नमः कर्पूरनीराञ्जनं दर्शयामि। മോളെ, ചന്തയിൽ വരുമ്പോ മോക്ക് എന്താ കൊണ്ടുവരേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ. അതല്ലേ മോളെ, പ്രത്യേകിച്ച് വല്ലത്? പ്രത്യേകിച്ച് അത് തന്നെ മതി. എന്താ ഇപ്പൊ പ്രത്യേകിച്ച് രജനിക്ക് കൊണ്ട് കൊടുക്കാൻ പോകുന്നത്? അതൊന്നും നിങ്ങൾ അറിയണ്ട, ഞങ്ങൾ തമ്മിലുള്ള ഇടപാടാ അല്ലേ മോളെ? നിന്റെ കാര്യം ഞാൻ മറന്നിട്ടില്ലടി മോളെ. എന്റെ മോക്ക് എന്ത് കൊണ്ടുവന്നാലും അതിന്റെ ഓഹരി നിനക്കുണ്ട്. ഇതാ ചോറ്. ആ, ചന്തയിലേക്ക് പോകുന്ന വഴിക്ക് മുതലാളിയുടെ വീട്ടിലൊന്ന് കയറിയിട്ട് പോണേ. എന്തിനാ അദ്ദേഹം വിളിപ്പിച്ചെന്നറിയല്ലോ. ഞാനവിടെ കയറിയിട്ടേ പോകും. ആ, മുതലാളി എന്തിനാണ് എന്നെ വിളിപ്പിച്ചത്? വാസു, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം സംസാരിക്കാനാണ് ഞാൻ വാസുവിനെ വിളിപ്പിച്ചത്. എന്താണ്? ഒരു മിസ്റ്റർ രാജശേഖരൻ തമ്പിയെ വാസു അറിയുമോ? വാസുവിന് മനസ്സിലായോ? ഇവൻ എന്നെ മറക്കാനിടയില്ല.
രജനി മോളെ ഇദ്ദേഹത്തിൻ്റെ കൂടെ കൂട്ടി അയക്കണമെന്ന് പറയാനാണ് ഞാൻ വാസുവിനെ വിളിപ്പിച്ചത്. മുതലാളി വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ അനുസരിക്കാം. പക്ഷെ ഇത് മാത്രം പറയരുത്. ഞാൻ എന്റെ മോളെ ആർക്കും കൊടുക്കില്ല. ആ കുട്ടിയെ അതിന്റെ അവകാശമാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ എന്റെ മോളെ തരില്ല. മുതലാളി, ഞാൻ നന്ദികേട് കാണിക്കാനെന്ന് വിചാരിക്കരുത്. ഞാൻ ഈ നാട്ടിൽ വന്നപ്പോ എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തത് മുതലാളിയാണ്. ഞാനതൊരിക്കലും മറക്കില്ല. പക്ഷേ എന്റെ മോളെ എന്റെ അടുത്ത് നകറ്റാൻ മുതലാളി കൂട്ടു നിൽക്കരുത്. കുറെ നാൾ കഴിഞ്ഞാൽ അവന്റെ മനസ്സിന് മാറ്റം ഉണ്ടായേക്കാം. അതുവരെ നിങ്ങൾ ഇവിടെയുള്ള നിങ്ങളുടെ ബംഗ്ലാവിൽ താമസിക്കൂ. അതാണ് നല്ലത്. എന്താടാ കാശെടുക്കാൻ ഇത്ര താമസം? ഏതല്ലേ? ഏതല്ലേ? ഒരു 2 രൂപ ഇങ്ങോട്ടൊക്കെ. രാവിലെ 10 പൈസക്ക് വിട്ടിട്ടില്ല. മര്യാദക്ക് പറയുന്നത് കേൾക്കുന്നോ അതോ കച്ചവടം നടത്തി പോണോ? കാശി വയ്ക്കരുത്, കയ്യിൽ വേണം, അല്ലെങ്കിൽ എല്ലാം ചവിട്ടുന്ന പഠിക്കും. നിന്റെ തന്തപ്പൊടി എവിടാ? വന്നില്ല. കുറച്ചു നാളായല്ലോ എന്നെ നേരെ ചെയ്യുമെന്ന് കേൾച്ചിട്ട്. കച്ചവടം തീരെ മോശമാണ് മാഷെ. ആഹാ, എന്നാ ദരിദ്രവാസികൾ ഇന്നലെ ഇവിടെ കൂട്ടം കണ്ണുമൂക്കും കണ്ടൂടെ? ഞാനൊന്ന് കുട്ടിയാലെന്താ നിനക്ക് തേഞ്ഞു പോകും. തട്ടാനും മുട്ടാനും വേറെ ആളെ നോക്കണം. മര്യാദക്ക് നടന്നോ, ഇല്ലേ നീ ഈ ചന്തയിൽ നേരെ പോവില്ല. ജോണി, എന്താടാ അവിടെ? ഓ, ചോദിക്കാൻ വന്നാണോടാ? അതേടാ, നീ ഒരുത്തനിവിടെ ഉണ്ടെന്ന് വെച്ച് പെണ്ണുങ്ങൾക്ക് ചന്ത വരാൻ വയ്യ അല്ലേ? എന്നോട് അരയ്ക്കാൻ വന്നാലേ പെടലി ഒടിഞ്ഞൂടെ കിടക്കും. പിന്നെ ചുമടെടുത്ത് ജീവിക്കാനൊക്കില്ല. എടാ, കൈയും കാലും എനിക്കും ഉണ്ടടാ പട്ടി. പിന്നെ ഞാൻ കാണിച്ചാ ഓടാ. വാസുവേട്ടൻ എന്താ താമസിച്ച്? നീ സാധനമൊക്കെ നടക്ക. ശരി, ഞാൻ നമ്മുടെ വാനരപ്പട ഒന്ന് വിളിക്കാം. ഒന്ന് ഓടി വാ മക്കളെ. ആ, നമ്മുടെ വാസേട്ടൻ ലോഡൊക്കെ ഒന്ന് ഇറക്കിക്കേ. വേഗം ആട്ടെ. എല്ലാം കൂടെ താഴെ ചതക്കരുത്. വാസേട്ടോ, ആ, സാവിത്രി ചേച്ചിക്ക് രജനിമോൾക്ക് സുഖം തന്നെ അല്ലേ? ഈടായിട്ട് നിന്നെ അങ്ങോട്ടും കാണാറില്ലോടാ മോനെ. അത് ചേട്ടാ, ഞാനിപ്പോ ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ട്. ഒരു ലൈസൻസ് കയ്യിൽ കിട്ടിയാൽ ഈ ചുമട്ടുപണിയൊക്കെ നിർത്തി വല്ല ടാക്സിയോ മറ്റോ ഓടിക്കാൻ. അത് കൊള്ളാം, നല്ല കാര്യം. ആ, രജനിമോൾക്ക് ഇത്തിരി റിബൺ വാങ്ങിച്ച് ചേട്ടൻ പോകുമ്പോൾ തന്നയക്കാം. ഞാൻ ഇന്നാള് ചെന്നപ്പോ നീല റിബൺ വേണമെന്ന് മോള് പറഞ്ഞു. വാസു, വാസു, കഴിഞ്ഞ പ്രാവശ്യം നീ 5 പൈസ പോലും തരാതെ പോയി. മനഃപൂർവ്വമല്ല ജോണി, മറന്നുപോയതാ. സാരമില്ല, അതും കൂടെ ചേർത്തിപ്പോ തന്നാ മതി. എന്തോ ഇപ്പൊ തന്നില്ലെങ്കിലോ? വ്യക്തിപരമായ കാര്യങ്ങൾ നീ ഇടപെടരുത്. ഇടപെട്ടാലോ? ഈ ചന്തയിൽ നിന്ന് ഇപ്പൊ തന്നെ നിന്റെ ശവം പൊക്കി മാറ്റണോടാ. ഒന്ന് പോടാ. നീ ചന്തയിൽ നടന്ന് എല്ലാവരെയും വരട്ടുന്ന പോലെ ഈ കോയാക്കുട്ടിയെ വരട്ടിയാണല്ലോ, വിവരം അറിയും. വാസു, നിനക്ക് ഈ അലവരാതി കണ്ട കൂട്ടുകിട്ട് നല്ലതല്ല. വാടാ. അയാൾക്ക് ഞാൻ പതിവായിട്ട് 2 രൂപ കൊടുക്കാറുള്ളതാ. അത് കൊടുത്തേക്കാം. ഓരോരുത്തർ വയറ്റ് പഴുപ്പല്ലേ കോയക്കുട്ടി? വേണ്ട ചേട്ടാ, ചേട്ടനെ പോലുള്ളവരാണ് ഈ അലവലാദികളൊക്കെ വളർത്തുന്നത്. ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ ഇക്കാനെ തൊട്ടാൽ അവന്റെ കൈ കൊടുക്കുന്നതാണ് മനസ്സിലായി.
മോക്ക് വായിക്കാൻ. ദാ, ഇത് റിബൺ കോയാക്കുട്ടി വാങ്ങിച്ചതാ. ആ നിനക്ക് കൊണ്ടിട്ട് മോളെ. മോളെ കഴിക്കേ. എന്തിനാണ് മുതലാളി വിളിപ്പിച്ചത്? അത് തമ്പി അദ്ദേഹം തേടി പിടിച്ച് ഇവിടെ എത്തി. അങ്ങേർക്ക് മോളെ വേണമെന്ന്. എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? എന്തോ. എന്നിട്ട് എന്തു പറഞ്ഞു? മോളെ കൊടുക്കില്ലെന്ന് പറഞ്ഞു. ചന്തയിൽ പോയി, അവിടെ ഇല്ല. വീട്ടിൽ പോയി, അവിടെ ഇല്ല. എന്തിനാ അന്തോണിച്ചേട്ടാ ഇങ്ങനെ ഓടി നടക്കുന്നത്? കൈ കാശ് കിട്ടിയാൽ നേരെ അന്തോണിച്ചേട്ട വീട്ടിൽ കൂടെ തരൂലേ? കൊണ്ടുത്തരും വിചാരിച്ച് ജീവിതകാലം മുഴുവൻ നോക്കിയിരിക്കാൻ പറ്റുമോ? ആവശ്യക്കാരൻ കൂടെ കൂടെ ചൂടായിക്കൊണ്ടിരുന്നാലേ കടം വാങ്ങിച്ചോനും ചൂടുണ്ടാവൂ. എന്തിനാ അന്തോണിച്ചേട്ടാ ഈ ആദി? വീടും പറമ്പ് വീട് കണ്ടിട്ടില്ലേ? അതെ, പക്ഷെ നീ ആ മാസാമാസമുള്ള പലിശയെങ്കിലും ഇങ്ങി താ. അന്തോണിച്ചേട്ടൻ അറിയാമല്ലോ, ഈ കാണുന്നൊക്കെയല്ലേ ഉള്ളൂ എന്റെ വരുമാനം. ആ ഒരു കാരണം വിചാരിച്ചാ നിന്നെ ഞാൻ പിരിയാത്തത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരവധി കൂടെ ഞാൻ തരും. അന്ന് തെറ്റിച്ചാൽ വസ്തു ഞാൻ നടത്തിയെടുക്കും. ആ അന്ന് ഞാൻ കണ്ണീ ചോരയില്ലാത്തവനാണെന്ന് നാട്ടുകാർ പറയുന്ന പോലെ നീയും പറയരുത്. ആ വിവരങ്ങളെല്ലാം മാസോട് പറഞ്ഞിട്ടുണ്ട്. എന്തായി മോളെ? മോക്ക് അഡ്മിഷൻ ശരിയായി. അമ്മാവനോട് പറയാൻ അവൾ ഓടി വന്നത്. ഇനി എന്തൊക്കെയാ വേണ്ടത്? ഫീസ് കൊടുക്കണം, ബുക്സ് വാങ്ങണം, പിന്നെ കുറച്ച് ഡ്രസ് എടുക്കണ്ടേ? എന്ത് വേണ്ടി വരും മോളെ? കുറഞ്ഞത് 1000 രൂപയെങ്കിലും വേണ്ടി വരും അമ്മാവ. അത്രയും രൂപ ഇപ്പൊ ഉടനെ ഉണ്ടാക്കാൻ പറ്റുമോ മോളെ? ഇവിടുത്തെ സ്ഥിതി നിനക്കറിഞ്ഞൂടെ? വീടും സ്ഥലവും അന്തോണിച്ചേട്ടന് പണയാണ്. ആ കാശിന് അയാൾ കയറി ഇറങ്ങി നടക്കുന്നത് നീയും കാണുന്നില്ലേ? ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാണമ്മേ? പിന്നെ ആരോട് പറയണം? നീയും ഇതൊക്കെ അറിയണ്ടേ? ഇത്രയൊക്കെ പണം ചെലവ് വരുമെങ്കിൽ നീ ഈ വർഷം കോളേജിൽ ചേരണ്ട മോളെ. പണം ഉണ്ടാക്കി വെച്ചിട്ട് അടുത്ത വർഷം ചേരാം. തൽക്കാലം തയ്യലോ ടൈപ്പോ പഠിക്ക്. ഒരാള് നമുക്ക് വേണ്ടി കടം വാങ്ങിയും കഷ്ടപ്പെട്ടും മുടിഞ്ഞു. എത്രയെന്ന് പറഞ്ഞാ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്നത്? കൊടുക്കുന്നവൻ അറിഞ്ഞില്ലെങ്കിൽ വാങ്ങുന്നവൻ അറിയണം. അമ്മയ്ക്കിപ്പോ എന്താ വേണ്ടത്? ഞാൻ പഠിക്കാൻ പോരുത്, അത്രയല്ലേ ഉള്ളൂ. ഞാൻ പോകുന്നില്ല. പോകാതിരുന്നാലോ? നിന്റെ ഒരു വർഷം വെറുതെ പോവില്ലേ മോളെ? അമ്മ വേറെന്തോ വിഷമം കൊണ്ട് പറഞ്ഞതാ. പോട്ടെ, നീ കരയാതെ. മോളെ പഠിപ്പിക്കാം. മോക്ക് പഠിക്കാവുന്നത്ര പഠിച്ചോ. ഇനി ഒന്നും പറഞ്ഞ് അവളുടെ മനസ്സ് വേദനിപ്പിക്കണ്ട. അവള് കോളേജ് ചേർന്ന് പഠിക്കട്ടെ. ബാസ്, നീ ബസ്സിലും തീവണ്ടിയിലുമെല്ലാം കയറി ഇവിടം വരെ വന്ന് ഇങ്ങനെ ഒരാവശ്യം പറയുമ്പോ കായില്ലാന്ന് പറഞ്ഞ് അന്ന മടക്കി അയക്കാൻ ഞമ്മക്ക് വിഷമുണ്ട്. നാട്ടിൽ കാശുള്ള പലരോടും ചോദിച്ചു, ആരും തന്നില്ല. കാർക്കയെ കണ്ടാൽ എന്തെങ്കിലും വഴി ഉണ്ടാവില്ലെന്ന് വിചാരിച്ചാ ഇങ്ങോട്ട് വണ്ടി കയറി. ആ അതെ, ഇതാണ് പടച്ചോന്റെ ഒരു ഹിക്മത്ത്. കൈ തുറന്ന് പിടിച്ചിരിക്കണവന് ഓൻ ഒന്നും കൊടുക്കൂല, മുറിച്ച് പിടിച്ചിരിക്കണവന് ഓൻ ഭാര്യക്കോരി കൊടുക്കും. ആ നീ ഇവിടെ ഇരി. മോളെ നബീസ, എങ്ങനെയുണ്ട് പോക്കറെ കച്ചവടമൊക്കെ? ജോറാ നടക്കണ്. പക്ഷെങ്കി 5 രൂപ മേടിക്കൊണ്ട് പോണ്ടക്ക് നമ്മള് പഠിപ്പിച്ചു കൊടുക്കാൻ കൂടെ വേണം.
പേപ്പർ വായിക്കോ? കേക്കണോ? ഓക്കേ. നിർത്തി. പിന്നെ ഏൽപ്പിച്ചുതരാം. ബാസ്, നമ്മുടെ വീട്ടിൽ കായ് ഇല്ലെന്നേ ഉള്ളൂ. പക്ഷേങ്കില് ഞമ്മളെ മോള് കായ് പൊന്നാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. രജനിയുമോടെ പഠിത്ത കാര്യത്തിനല്ലേ. ആ ദേ, നീ ഇത് കൊണ്ടുപോയി പണയം വെച്ച ആവശ്യം കാണും. അയ്യോ വേണ്ട കാതർക്ക. ഇവൻ എന്ത് ഭ്രാന്തനാടാ. മനുഷ്യന്മാര് കായ് കൊടുത്ത് പൊന്നു മേടിക്കുന്നത് മയ്യത്തിന്റെ പുറത്തിടാനല്ല. കായിന് ആവശ്യം വരുമ്പം പണയം വെച്ചോ വിറ്റോ ആവശ്യം കാണാനാണ്. നിങ്ങളിത് പിടിക്കും. നബീഷാനെ ഓടെ പുയ്യാപ്പിള പ്രസവത്തിന് കൊണ്ടാക്കിയിരിക്കുകയാണ്. പേര് കഴിഞ്ഞ് ഓള് പുയ്യാപ്പിളിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ നീ പണ്ടെടുത്ത് തന്നാ മതി. പെണ്ണെന്ന് പറഞ്ഞാൽ ഇവളാണ് പെണ്ണ്. നല്ല കലക്കം സാധനം. അല്ലെ ഇവിടെ അളവ് എത്ര കാണും? 30. പോടാ, ഒരു 28 കാണും. പോടാ വേണ്ട, 30 തേച്ചുണ്ട്. അതിന് നീ അളവ് നോക്കിയിട്ടുണ്ടോ? അളന്ന് നോക്കിയിട്ടൊന്നുമില്ല. പക്ഷെ വേണേ അളന്ന് കാണിച്ചു. നടക്കാത്ത കാര്യം പറയാതെ. നടക്കാത്തൊന്നുമല്ല, വേണമെങ്കിൽ നടത്തി കാണിച്ചു തരാം. ശരി, ബെറ്റ്. എന്ത് ബെറ്റ്? 100 rupees. എഗ്രീൻ. നിൽക്കുന്നു നിന്റെ പഞ്ചാരക്കുട്ടൻ. എന്റെയോ? വായി നോക്കി കേട്ടോടി കാറിന്റെ പ്രേമഗാനം. കോളേജിനകത്ത് കിട്ടിയിരുന്നെങ്കിൽ ഈ പൂവാലിന് ശരിക്ക് പെരുമാറി വിടാമായിരുന്നു. ഇതൊന്ന് പാക്ക് ചെയ്യൂ. ഇതൊന്ന് പാക്ക് ചെയ്യൂ. താങ്ക് യു. കൊള്ളാം. ഇതാ പാക്കറ്റ്. പാക്കറ്റുകൾ ഞാൻ മനഃപൂർവ്വം മാറ്റിയതാണ്. എനിക്ക് മനസ്സിലായി. രജനി, ഐ ലവ് യു. ഐ ലവ് യു വെരി മച്ച്. I do. അയ്യോ, ഇനി അമ്മ. അയ്യോ, കുഞ്ഞിനെ തിരക്ക് ഒരാൾ വന്നിരിക്കുന്നു. എന്താ? കുഞ്ഞിനെ തിരക്ക് ഒരാൾ വന്നിരിക്കുന്നെന്ന്. ഒട്ടുക്കലത്തെ ഒരു ഐ ലവ് യു.
ഇവിടുത്തെ സുകുമാരൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. അത് ഞാൻ തന്നെയാ. ഓ, സാറിന്റെ ഒരു പാക്കറ്റ് എന്റെ മോള് ജൗളിക്കടയിൽ നിന്ന് മാറിയെടുത്തോണ്ട് വന്നതാ. ഇരിക്കൂ. വേണ്ട, അവളുടെ ഒരു പാക്കറ്റ് സാറിന്റെ കാണുമെന്ന് പറഞ്ഞു. അതിന് തിരിച്ചു തന്നാൽ. പാക്കറ്റോ? ഓ, എനിക്കറിഞ്ഞൂടാ, എന്റെ കിട്ടിയിട്ടില്ല. അപ്പൊ ഇതോ? ഇതെന്റെ തന്നെയാ. വളരെ ഉപകാരം. എന്നാൽ അവളത് എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞതായിരിക്കും. ആയിരിക്കും. ഞാൻ ഇറങ്ങട്ടെ സാറേ. സന്തോഷം. അമ്മാവാ. എന്താ? ഓ, ക്ഷമിക്കണം. ഹലോ, മാഡം ഒരു നന്ദിയെങ്കിലും പറഞ്ഞൂടെ? എന്തിന്? എന്റെ സാരി ഇട്ടോണ്ട് പോയതിനോ? നിങ്ങൾ എന്തിനാ എന്റെ പുറകെ നടക്കുന്നത്? നിങ്ങൾ എന്തിനാ എന്റെ മുമ്പേ നടക്കുന്നത്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? വളച്ചു കിട്ടുന്ന ഒരു കാര്യം പറഞ്ഞേക്കാം. നിന്നെ ഇത് കണ്ടോ? രജനിക്ക് എന്നോടോ? എവിടെ പോകാനാ? ശ്രമിച്ചു നോക്കാം. ചേട്ടാ, മോളെ രജനി, പോക്കരെ അതങ്ങോട്ട് ഇറക്കി വെക്കും. അതൊക്കെ രജനി. ഹായ് കാതലിക്ക. എന്തൊക്കെ മോളെ വിശേഷം? പഠിത്തമൊക്കെ ശരിക്കും നടക്കണുണ്ടാ? പഠിക്കുന്നുണ്ട്. എടാ പോക്കരെ, നീ അപ്പുറത്ത് പോയി കൈയും മുഖം എല്ലാം ഒന്ന് കൈ ദോ ആ കടയിൽ പോയി 2 വലിയ ദോശയും വാങ്ങിച്ചു തിന്ന് അര ചായയും കുടിച്ചോണ്ട് ഓടി ബാപ്പോ. ഞമ്മള് മോക്ക് സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്നറിയാവോ? വലിയ വിശേഷമായിട്ടൊന്നുമില്ല, പതിവുള്ള സാധനം തന്നെ. കോഴിക്കോട്ട് അലുവായും കായ് വറുത്തതും. പൊടി പൊടി. അല്ലാ, ബാസു ഇവിടെ പോയി? പറമ്പിലേക്ക് പോയി. നബീസു പ്രസവിച്ചോ? ഓള് പ്രസവിച്ച ആൺകുട്ടി 40 കുളിയും കഴിഞ്ഞ്. ഇനി ഞമ്മളങ്ങോട്ട് ചെന്നിട്ട് വേണം ഓളുടെ പുതിയാപ്പിള എന്റെ പുരയിലേക്ക് പറഞ്ഞയക്കാൻ. നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. നാളെ നീ രജനിയുടെ അളവെടുത്തില്ലെങ്കിൽ നീ എനിക്ക് 100 രൂപ തരണം. എന്തിനു നാളെ ആക്കുന്നു? ഇപ്പൊ തന്നെ അവളെ പിടിച്ചെടുത്ത് അളവെടുക്കാം. നീ അളവെടുക്കടാ, ഈ സ്പോട്ടിൽ ഞാൻ കാശ് തരും. ഏറ്റോ? എന്നാ പിടി. പെങ്ങളെ, ഒന്ന് നിന്നേ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? പെങ്ങക്കൊന്നും തോന്നരുത്. എന്താ? അത് പിന്നെ എന്നോട് പിണക്കം തോന്നൂ. എന്താണെന്ന് പറയൂ. അതെ, ഞാനും അവന്മാരും കൂടെ ഒരു 100 രൂപ പന്തയം വെച്ചിരിക്കുകയാണ്. അതായത് പെങ്ങളുടെ ഈ അളവ് 28 ആണെന്നും അല്ല 30 ആണെന്നും ഒരു തർക്കം. അതുകൊണ്ട് ഒന്ന് നിന്ന് തന്നാ അളവെടുത്തിട്ട് 100 രൂപ വാങ്ങിക്കായിരുന്നു. അനാവശ്യം പറയരുത്. എടി, മര്യാദയ്ക്ക് നിന്ന് നിന്നില്ലെങ്കിൽ നിന്നെ ബലമായി പിടിച്ചെടുത്ത് അളവെടുക്കാനും എനിക്കറിയാം. പിന്നെ നിൽക്കടി അവിടെ. നിൽക്കടി അവിടെ. തന്റെ പണി കൊള്ളാം. ഇവരെ നിങ്ങൾ പറഞ്ഞു വിട്ടല്ലേ? ഞാൻ വരുമ്പോ അവര് വന്ന് എന്നെ പിടിക്കണം. ഉടനെ ശങ്കരനെയോ മമ്മൂട്ടിയെയോ മോഹൻലാലിനെ പോലെയോ സാറ് വന്ന് അവരെ അടിച്ചോടിക്കുന്നു. ഞാൻ തന്നെ പ്രേമിക്കുന്നു. ഇതല്ലേ മനസ്സിലിരിപ്പ്? ഇതൊക്കെ പഴയ സിനിമയിലെ ഇടപാടല്ലേ? ഇന്ന് ഈ പണിയും കൊണ്ട് നടന്നാലോ? അയ്യോ രജനി, എന്നെ തെറ്റിദ്ധരിക്കുകയാണ്. അതെയോ? എന്നാലേ എനിക്കിപ്പോ തന്നെ പ്രേമിക്കാൻ മനസ്സില്ല. ഇനി ഇതുപോലെ എന്തെങ്കിലും കാണിച്ചാൽ ഞാൻ പ്രിൻസിപ്പളിനോട് പറഞ്ഞ് പോലീസിൽ റിപ്പോർട്ട് ചെയ്യും. താൻ അകത്താവുകയും ചെയ്യും. സൂക്ഷിച്ചോ. ഓഹോ, നിന്നെ രക്ഷിക്കാമെന്ന് എന്നെ വേണം തല്ലാൻ.
അവന്മാർ ഇവിടെ നിന്നെ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിക്കേണ്ടതായിരുന്നു. സുഖേട്ടാ, സുഖേട്ടാ, അയ്യോ ചോര. വേണ്ട, ഇതും സിനിമ സ്റ്റൈലാണെന്ന് പറ. ഞാൻ തെറ്റിദ്ധരിച്ചങ്ങനെ പറഞ്ഞതാ, ക്ഷമിക്കണം. ക്ഷമിക്കാൻ എനിക്ക് മനസ്സില്ല. പന്നികള്, ഓടിക്കളഞ്ഞ നായിന്റെ മക്കള്. മോള് പോ, ചെല്ലു മോളെ. നമ്മുടെ ഈ പ്രായത്തില് രണ്ട് തല്ല് കൊടുക്കുന്നതും കൊള്ളുന്ന ഒരു രസമല്ലേ? അല്ല, നെറ്റിയിലെ മുറിവ് ഇത്തിരി കാര്യമായിട്ടുണ്ടല്ലോ. ഒരു ഡോക്ടറെ കാണിക്കുന്നല്ലതാ. എടാ, ഞാനോട് വരാം. വേണ്ട, ഞാൻ തനിച്ച് പോയിക്കൊള്ളാം. എട്ടെ, ശരി. ഇത് കുത്തുവോ വാസോട്ടാ? ആ, പരിചയമില്ലാത്തവരെ കണ്ടാ കുത്തു. അയ്യോ, കുത്തുവോ? ആ, എന്നാ ഞമ്മക്കത് വേണ്ട, നമുക്ക് ഇത് മതി. ഞമ്മ ഇതിന്റെ അടുത്ത് നിന്നോളാം കേട്ടാ. മോളെ, നിന്നെ ഞമ്മളെ വീട് അടുപ്പിച്ചിടാം കേട്ടാ. അത് മോളല്ല, മോനാ. മോനെങ്കി വാസോട്ടാ, ഇതിന് എത്ര അടങ്ങി പാല് കിട്ടും? അളന്ന് നോക്കിയിട്ടില്ല പോക്കറെ. ഇത് കറക്കുമ്പോ തൊഴിക്കുവോ? എന്താ ബാസ്? പശുവിന് ബൈക്കിലിട്ട് കൊടുക്കാൻ പോയതാ. ആനക്ക് എപ്പോഴും ഈ പശുവിനെ പറ്റിയുള്ള വിചാരമേ ഉള്ളു. കൂടപ്പിറപ്പിനെ പോലെ അല്ലേ നീ അതിനെ നോക്കണത്? ഞാൻ അവളെ കൊച്ചിലെ കൊണ്ടുവന്നല്ലേ കഥ. അതെ അതെ. വരൂ, ഊണ് കഴിക്കാം. വരും വരും. എന്തിനാ വന്നേ? ചുമ്മാ വെറുതെ. ചിരിക്കണ്ട ചിരിക്കണ്ട. കൊഞ്ചാനും പഞ്ചാരും അടിക്കാനും ഒരാളെ നോക്കണം, മനസ്സിലായല്ലോ? പറഞ്ഞു കേട്ടില്ലേ?
കേട്ടു. പിന്നെന്താ നിൽക്കുന്നത്? ഞാൻ ഇവിടെയല്ലേ നിൽക്കുന്നത്. ആ നിന്നോ, പക്ഷെ എന്റെ അടുത്ത് നിൽക്കണ്ട. അതെന്താ? എനിക്ക് ഇഷ്ടമല്ലാത്തോണ്ട്. പിന്നെ ഇഷ്ടമാണെന്നും പറഞ്ഞ് ഇത്ര നേരം എന്റെ പുറകെ നടന്നതോ? അത് അബദ്ധമായി പോയെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. പൊയ്ക്കോ. ഇല്ല, ഞാൻ പോവില്ല. എന്തിനാ കരയുന്നത്? എന്നോട് എന്തിനാ ഈ ദേഷ്യം? പെൺപിള്ളേരുടെ പുറകെ വായി നോക്കി നടക്കുന്ന മറ്റു ബോറന്മാരെ പോലെ ആയിരിക്കുമെന്ന് വിചാരിച്ചല്ലേ ഞാനെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത്? മാപ്പ് ചോദിക്കാനാ ഞാൻ വന്നത്. ഇഷ്ടമാണെന്ന് പറയാനാ ഞാൻ വന്നത്. അപ്പൊ രജനി, ഇങ്ങോട്ട് നോക്ക്. ഈ ഒരു ദിവസത്തിന് വേണ്ടിയാ മോളെ ഞാൻ ഈ പാടൊക്കെ പെട്ടത്. പഞ്ചവർണ്ണ കിളി എൻ മലക്കാവിന് കൊഞ്ചിക്കുഴഞ്ഞു നീ വിരുന്നു വന്നു വിരുന്നു വന്നു. പപ്പ മമ ഗഗ സാ പപ്പ മമ ഗഗ. പഞ്ചവർണ്ണ കിളി എൻ മലക്കാവിന് കൊഞ്ചിക്കുഴഞ്ഞു നീ വിരുന്നു വന്നു വിരുന്നു വന്നു. പപ്പ മമ ഗഗ സാ പപ്പ മമ ഗഗ. രാഗം മൂളി പനിനീർ തൂകി അരികിൽ പൂങ്കാറ്റ്. രാഗം മൂളി പനിനീർ തൂകി അരികിൽ പൂങ്കാറ്റ്. പഞ്ചവർണ്ണക്കിളി എൻ മലക്കാവിന് കൊഞ്ചിക്കുഴഞ്ഞു നീ വിരുന്നു വന്നു വിരുന്നു വന്നു. പപ്പ മമ ഗഗ സാ പപ്പ മമ ഗഗ. തേരിലേറി ഒഴുകി മുന്നിൽ അഴകേ നീ ഇന്ന്. തേരിലേറി ഒഴുകി മുന്നിൽ അഴകേ നീ ഇന്ന്. പഞ്ചവർണ്ണക്കിളി എൻ മലക്കാവില് കൊഞ്ചിക്കുഴഞ്ഞു നീ വിരുന്നു വന്നു വിരുന്നു വന്നു. പപ്പ മമ ഗഗ സാ പപ്പ മമ ഗഗ. ലലലാ 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 ലലലാ. ആ പെൺകുട്ടിയുടെ അടുത്ത് കാർ നിർത്ത്. മോളെ രജനി, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ നിന്റെ മുത്തച്ഛനാണ് മോളെ. എന്റെ മോൾ ഇന്ന് കോളേജിൽ പോണ്ട, മുത്തച്ഛന്റെ കൂടെ വാ. ഇല്ല, ഞാൻ വരില്ല. വാ മോളെ, നമുക്ക് വീട്ടിലേക്ക് പോവാം. മുത്തച്ഛൻ തന്നെ മോളെ തിരിച്ചുകൊണ്ട് വിടുകയും ചെയ്യാം. എന്നെ വിളിക്കണ്ട, ഞാൻ വരില്ല.
ചോദിച്ചിട്ടുള്ളപ്പോഴൊക്കെ അമ്മ ഒഴിഞ്ഞു മാറിയിട്ടേ ഉള്ളൂ. അമ്മയ്ക്കെന്താ മുത്തച്ഛനോട് ഇത്ര വിരോധം? മുത്തച്ഛന് നമ്മളോട് വിരോധമില്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനാ അമ്മാവിനെ കഷ്ടപ്പെടുത്തുന്നത്? രജനി, നിനക്കൊന്നും അറിയില്ല മോളെ. എനിക്ക് ഇതൊക്കെ അറിയാനുള്ള പ്രായമായില്ലേ അമ്മേ? കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ നിന്നോട് പറയാതിരുന്നത് നിന്റെ സന്തോഷം കൂടി നശിപ്പിക്കണ്ടെന്ന് വിചാരിച്ചാണ്. ആ ഗോപി, ഞാൻ തിരുവല്ലം ഫാക്ടറിയിലേക്ക് പോവാണ്. അച്ഛൻ എപ്പോ തിരിച്ചു വരും? 4 മണി കഴിയും. അതുവരെ നീ ഇവിടെ ഉണ്ടാവണം. ഈ സാവിത്രി ഒരു സാധനം തന്നെയാണല്ലോടാ. എവളെ ഒന്ന് പൊക്കണമല്ലോ. എന്നാ രവി സാറിന്റെ ഇവിടുത്തെ കോൺട്രാക്ട് പണി അതോട് പോയി. കൊച്ചുമാരുടെ പാർട്ടിയാ. മുതലാളിമാരാണ്, മനുഷ്യത്വം ഇല്ലാത്തവരാണ്, കാര്യം കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാത്തവരാണ്, സൂക്ഷിക്കേണ്ടത് പെണ്ണുങ്ങളാണ്. ഓരോരുത്തരുടെ ഉപദേശം കേട്ട് കേട്ട് ഞാൻ മടുത്തു പോവേട്ട. ആളുകൾ അങ്ങനെ പലതും പറയും. നീ എന്നെ എങ്ങനെ കാണുന്നു എന്നുള്ളത് മാത്രമേ പ്രശ്നമുള്ളൂ. നാട്ടുകാരുടെ മുമ്പിൽ ഗോപിയേട്ടന്റെ ഭാര്യയായി ഞെളിഞ്ഞു നടക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല ഉടനെ കല്യാണം നടത്തണമെന്ന് ഞാൻ പറയുന്നത്. 1-2 മാസം കൂടി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല. വിവാഹത്തിന് മുൻപ് ഗർഭിണിയാണെന്ന് ആളുകൾ അറിയുന്നത് ഏത് പെണ്ണായാലും നാണക്കേടല്ലേ ഗോപിയേട്ട? എന്നായാലും നീ എന്റെ ഭാര്യയാകേണ്ടവളാണ്. പക്ഷേ അച്ഛന്റെ അനുവാദങ്ങൾ ഉണ്ടായാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതാണ് നമ്മുടെ ഭാവി ജീവിതത്തിന് നല്ലത്. അച്ഛൻ സമ്മതിച്ചില്ലെങ്കിലോ? അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. ഗോപി, സാവിത്രി ഒരു പാവം പണ്ടാണ്. 4 പേരെ അറിഞ്ഞ് നാട്ടിൽ പാട്ടാകുന്നതിന് മുമ്പ് അവളെ നീ ഭാര്യയാക്കണം. എന്താ ഗോപി, നിനക്ക് വേറെ ആരോടെങ്കിലും ആലോചിക്കാനുണ്ടോ? ഞാൻ വേറെ ആരോട് ആലോചിക്കാനാ വാസു? എനിക്ക് വേറെ ആരാ സുഹൃത്തുക്കൾ? കൊച്ചുനാൾ മുതൽ നീ അറിയാത്ത എന്തെങ്കിലും എന്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ടോ? നീ തരുവേണ്ടിരിക്കും ഗോപി. കഴിയുന്നതും വേഗം. നാളെയെങ്കിൽ നാളെ നമുക്ക് നടത്താം. എന്താ? ഇതാരാണ്? ചോദിച്ചത് കേട്ടില്ലേ? ഇതാരാണെന്ന്? സാവിത്രി. ഞാനിവളെ വിവാഹം കഴിച്ചു. ഇവളും ഇവളുടെ അമ്മയും അച്ഛനും നമ്മുടെ ഇവിടുത്തെ ജോലിക്കാരായിരുന്നു. അങ്ങനെയുള്ള ഒരുത്തിയെ നിന്റെ ഭാര്യയാണെന്നും പറഞ്ഞ് എന്റെ മുമ്പിൽ കൊണ്ടുവരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഞങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ടു പോയി. ഇവൾ ഗർഭിണിയാണെന്ന് ഞാൻ കേട്ടു.
അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയാൽ അതിനുള്ള പരിഹാര മാർഗം വിവാഹമല്ല. ഇവിടെ എത്രയോ ഡോക്ടർമാരുണ്ട്. അതുമല്ലെങ്കിൽ ആവശ്യമുള്ള പണം കൊടുത്ത് ഇവളെ നിനക്ക് ഒഴിവാക്കാമായിരുന്നില്ലേ? ഇവളെ വഞ്ചിക്കാനുള്ള മനസ്സിലാത്തതുകൊണ്ട് ഞാനുള്ള വിവാഹം ചെയ്തു. പക്ഷേ ഈ തറവാടിന്റെ മാനവും സമൂഹത്തിലുള്ള എന്റെ അന്തസ്സും കൂടി നീ നോക്കേണ്ടതായിരുന്നു. അതിനേക്കാളൊക്കെ വലുതാണ് ഇവളുടെ ജീവിതമെന്ന് എനിക്ക് തോന്നി. നിന്റെ പ്രായമാണ് നിന്നെ കൊണ്ടത് പറയിക്കുന്നത്. ഗോപി, ഇനിയും സമയമുണ്ട്. ഇവൾക്ക് ആവശ്യം നിന്റെ സ്നേഹമല്ല, പണമാണ്. അച്ഛന് പണത്തിന്റെ കണക്കുകൾ മാത്രമേ മനസ്സിലാവൂ. മനുഷ്യന്റെ സ്നേഹത്തിന്റെ വില അറിയില്ല. നീ ഇവളെ ഉപേക്ഷിക്കുന്നോ അല്ലയോ? ഇല്ല, അതിനല്ലേ ഞാനിവളെ സ്വീകരിച്ചത്. എങ്കിൽ എനിക്ക് നിന്നെ ഉപേക്ഷിക്കേണ്ടി വരും. അച്ഛൻ ഞങ്ങളുടെ ബന്ധം അംഗീകരിക്കുന്ന പ്രതീക്ഷിച്ചല്ല ഞാൻ വന്നത്. ഒരു സാമാന്യ മര്യാദ കാണിച്ചെന്ന് മാത്രം. എന്നെ സംബന്ധിച്ചിടത്തോളം നീ മരിച്ചു കഴിഞ്ഞു. പുതിയാപ്പിളിനെയും പുതിയ വണ്ടിയും കാണാൻ തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. നിങ്ങൾ കുത്തിരിക്കി വെറുതെ കണ്ടാ പോരാ, അവർക്ക് ഞങ്ങൾ അനുഗ്രഹിക്കുകയും വേണം. അതുണ്ടല്ലോ മോനെ, അന്റെയും ഓടെയും മനസ്സ് നല്ലതാണ്. അപ്പൊ പിന്നെ പടച്ചോ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരുത്തില്ല. ഞങ്ങള് വീട്ടിൽ പോയിരുന്ന കാതർക്ക. അതൊക്കെ നമ്മൾ അറിഞ്ഞ് നീ അതൊന്നും കാര്യമാക്കണ്ട. നിങ്ങൾക്കൊരു കൊച്ചുണ്ടായിക്കോട്ടെ, ആ പഹയന്റെ പിണക്കമൊക്കെ അപ്പൊ തീരും. ആ കേട്ടോ സാവിത്രി, നല്ല പെണ്ണുങ്ങൾ കെട്ടിയന്മാരിക്ക് സ്വർണ്ണ മോതിരത്തിലെ ബൈരക്കല്ല് പോലാണ്. ബൈരക്കല്ലിന്റെ തിളക്കമാണ് സ്വർണ്ണ മോതിരത്തിന്റെ പവർ. നീ ശരിക്കണ്ട, ഇത് അനക്ക് പടച്ചോൻ സ്വർഗത്തിൽ നിന്ന് അയച്ചു തന്ന ഒരു സമ്മാനമാണ്. ഈ ബൈരക്കല്ല് എപ്പോഴും നിന്റെ കൽബിൽ സൂക്ഷിച്ചു വെച്ചോണം. ചായ. എന്താ ബാസു ഇത്? ഒരു പെണ്ണിവിടെ മല പോലെ നിൽക്കുമ്പോ നീ അടുക്കള പണിയൊക്കെ ചെയ്യണത്? പുതിയ പെണ്ണല്ലേ കാതർക്ക, പണിയെടുപ്പിക്കാൻ പാടുണ്ടോ അല്ലേ? പിന്നെ അങ്ങനെ മണവാട്ടി ചാമയൊന്നും വേണ്ട, ചായ എടുത്ത് എല്ലാവർക്കും കൊടുക്കാം. എല്ലാവർക്കും ഉണ്ടല്ലോ ചായ. ഞമ്മള് വരണമെന്ന് നീ എങ്ങനെ അറിഞ്ഞു ബാസു? അതല്ലേ കാതർക്ക മനസ്സിന്റെ ഒരു പൊരുത്തം എന്ന് പറയുന്നത്. നീയാടാ വമ്പൻ. അപ്പോഴേ ഗോപി, ഇനിയിപ്പോ എന്താ എന്റെ പരിപാടി? എന്റെ അച്ഛന്റെ കമ്പനിയില് ഇനിയും ജോലിക്ക് പോകുന്നുണ്ടോ? ഇല്ല, അച്ഛന്റെ ഒരു സൗജന്യം എനിക്കിനി വേണ്ട. പഴയ ചില സ്നേഹിതന്മാർക്ക് കത്തയച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ജോലി ശരിയാവാതിരിക്കില്ല. ഞാൻ പറയായിരുന്നു കാതർക്ക, എവിടെങ്കിലും ഒരു പണി ശരിയാകുന്നവരെ ഗോപിക്കും സാവിത്രിക്കും ഇവിടെ താമസിക്കാമല്ലോ. ഞാനും ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അതാ നല്ലത്. അത് തന്നെയാ ഞമ്മളും പറയാൻ വന്നത്. പക്ഷെങ്കിൽ ഒരു കാര്യം, ബാസു ഒരു അമ്പറന്നോനാ, അവനെ കൊണ്ട് നീ അടുക്കള പണി ചെയ്യിക്കരുത്. ഇല്ല കാതർക്ക. എന്നാ അടുക്കളോട് ചെല്ലും. ഇന്നുച്ചയ്ക്ക് ശാപ്പാട് വിടെ. എന്താടാ പോക്കറെ? അതെ, പക്ഷെ കോഴി വേണം. കോഴി നമ്മുടെ വക. നീ ശാന്തയിൽ പോയി 2 കോഴിനെ വാങ്ങിച്ചിട്ട് വാ. ഉഷാർ. പക്ഷേ കായ് വേണം. എന്നാ പിടി. ഓട്. ഓ വലിയ ചട്ടമ്പിയാ. ഗോപിയേട്ട, നമ്മൾ ഇവിടെ ഇങ്ങനെ സ്ഥിരമായി കൂടാമെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? വേറെ ഒരു വീടെടുത്ത് മാറി താമസിക്കുന്നല്ലേ നല്ലത്? അതിനൊന്നും വാസു സമ്മതിക്കില്ല സാവിത്രി. ഇനിയിപ്പോ എന്റെ പ്രസവവും കുഞ്ഞും ഒക്കെ ആകുമ്പോ വാസുവേട്ടന് കൂടുതൽ ബുദ്ധിമുട്ടാവൂലേ? നിനക്ക് വാസുവിനെ ശരിക്കും അറിഞ്ഞൂടാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. എനിക്കെന്തെങ്കിലും ഒരു ജോലി ശരിയാകുന്നവരെ അവൻ നമ്മൾ എവിടെയും വിടില്ല. വാസുവിനെ ഒരു കാലത്തും നീ ഒരു അന്യനായി കാണരുത്. ഒരു കൂടപ്പിറപ്പില്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കാത്തത് വാസു ഉള്ളതുകൊണ്ടാണ്.
എന്താ? എന്താണെന്നോ? ഇങ്ങനെയാണോ ചോദിക്കേണ്ടത്? പിന്നെ എങ്ങനെ ചോദിക്കണം? ഇത്തിരി സ്നേഹമായിട്ട് എന്തെങ്കിലും സംസാരിച്ചൂടെ? സംസാരത്തിലല്ല സ്നേഹം, പിന്നെ അതേ ഇവിടെ കരളില്. സമ്മതിച്ചു, പക്ഷെ അത് കാണുന്നവർക്കൂടെ ബോധ്യപ്പെടണ്ടേ? ഓ, ഇനിയിപ്പോ ഞാനത് പറഞ്ഞിട്ട് വേണോ ശ്രീദേവിക്ക് ബോധ്യപ്പെടാൻ? എന്റെ കാര്യം അല്ല പറഞ്ഞത്. പിന്നെ അമ്മയോട് പറയണ്ടേ വാസുവേട്ടാ? ഓ, അതാണോ? മോളുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റം കണ്ടു തുടങ്ങുമ്പോ അമ്മ താനെ മനസ്സിലാക്കിക്കോളും അവൾ എവിടെങ്കിലും കുടുങ്ങിയിട്ടുള്ളത്. തമാശയല്ല വാസുവേട്ടാ. കഴിഞ്ഞ തവണ അമ്മാവൻ വന്നപ്പം അമ്മ പറയുന്നത് കേട്ടു, പെണ്ണ് പെരനിറഞ്ഞ് നിൽക്കുകയെന്ന്. ചിരിക്കാൻ പറഞ്ഞല്ല. വാസുവേട്ടൻ വീട്ടിൽ വന്ന് അമ്മയോടോ അമ്മാവനോടോ സംസാരിക്കണം. വരട്ടെ, സമയമുണ്ടല്ലോ. ഇപ്പോഴേ മൂത്ത് നരച്ചു, ഇനി എപ്പോഴാ മൂക്കി പല്ല് വന്നിട്ടോ? നമ്മുടെ കാര്യം നമ്മൾ എന്ന് തീരുമാനിച്ചതാ, പിന്നെന്തിനാ ഈ വേവലാതി? ഓഹോ, ഇതിപ്പോ പരസ്യമായിട്ടും തുടങ്ങിയല്ലേ? ഏത്? അത് അതോ? ഞങ്ങള് വെറുതെ വീട്ടുകാര്യം പറഞ്ഞു നിന്നല്ലാതെ. എന്ത് കാര്യം? വീട്ടുകാര്യം അല്ലേ? പിന്നെന്തിനാണ് ഞാൻ വന്നപ്പോ ശ്രീദേവി ഓടിയത്? അത് ശ്രീദേവിയോട് ചോദിച്ചോളാം. അതിനു മുമ്പ് എനിക്ക് നിന്നോട് ചില ചോദിക്കാനുണ്ട്. അതൊക്കെ എങ്ങോട്ട്? വീട്ടിലേക്ക്. സഹോദരി ഇങ്ങോട്ട് മാറി നിൽക്കടാ. സഹോദരി, നിനക്ക് ഇവനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. അതല്ല, ഈ പെണ്ണുങ്ങളുമായിട്ടുള്ള ഇടപാടിൽ ഇവനെങ്ങനാ? അയ്യോ, വഴിയിൽ പോകുന്ന പെണ്ണുങ്ങളെ കണ്ണെടുത്ത് നോക്കില്ല. പക്ഷേ നമ്മുടെ ശ്രീദേവിയെ കണ്ടാൽ അവളുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കയില്ല. ഇതിപ്പോ നിനക്കും അറിയാലോ. വലിയല്ലേ വലിയല്ലേ, ഇവിടെ തെറ്റില്ല. രണ്ടും കൂടെ എന്ത് റൊമാൻസ് ആയിരുന്നു. അപ്പോഴീ ചമ്മൊന്നും കണ്ടില്ല കള്ള. ഇപ്പൊ എന്ത് ചെയ്യണം? പിടിച്ചു കെട്ടിക്കണം. നിങ്ങൾ വെറുതെ ഇരിക്കും, ചുമ്മാ മനുഷ്യനെ പിടിച്ച്. എനിക്ക് ആ കൊച്ചിനോട് പ്രത്യേകിച്ചൊന്നുമില്ല. സാവിത്രിക്ക് അറിയാലോ, ചെറുപ്പത്തിലെ ഇവളുടെ അച്ഛൻ മരിച്ചു. വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ എന്റെ മോളെ വളർത്തിയത്. വാസുവേട്ടൻ ശ്രീദേവിയെ നല്ലപോലെ നോക്കും. വാസുവേട്ടന് കുറെ കൃഷിയുണ്ട്, ഫാക്ടറിയിൽ ഒരു ജോലിയുണ്ട്. കല്യാണം കഴിഞ്ഞ വാസുവേട്ടനും ശ്രീദേവിക്കും കഴിഞ്ഞുകൂടാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നിങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കേ. ശ്രീദേവി, നീ ഭാഗ്യവതിയാണ്. വാസുവേട്ടൻ അത്ര നല്ലവനാണ്. പണിമുടക്ക് സമരം, പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുക. വാസു, നീ പണിക്ക് കയറരുത് കേട്ടോ. എന്താ കയറിയാലേ? സമരം ചെയ്യുന്ന കണ്ടില്ലേ? എന്തിനാ സമരം? അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല. ഇത് യൂണിയന്റെ തീരുമാനമാണ്. ഞാനും യൂണിയനായിട്ട് എന്താ ബന്ധം? ഞാൻ ദിവസക്കൂലിക്കാരനാണ്. അന്നന്ന് ജോലി ചെയ്ത് കാശ് വാങ്ങിച്ചാലേ എന്റെ വീട്ടിൽ തീ പോയു. എടാ, നിനക്കൂടെ വേണ്ടിയാ ഞങ്ങളുടെ ഈ സമരം. ന്യായമായ കാര്യത്തിന് ഞാനും കൂടെ നിൽക്കാം. നേതാക്കന്മാർക്ക് കാര്യം കാണാൻ വേണ്ടി ഓരോ പേക്കൂത്ത്. എടാ വാസു, കേറരുതെന്നാ പറഞ്ഞത്. ഞാൻ കയറും. നിന്നെ കണ്ടോളാവണ കരിക്കാരി. കരിങ്കാലികളെ ഒറ്റപ്പെടുത്തുക. കാതർക്കന്റെ കണ്ണു പൊട്ടിച്ച് ഞമ്മ ഇടയ്ക്കിടയ്ക്ക് പണം കാണാൻ പോകും. കേട്ടാ പാസൂട്ടാ, ഞമ്മക്ക് ഈ അലവില്ലാതി പടമൊന്നും ഇഷ്ടമല്ല. സെക്ഷൻ ചണ്ടുമാണ് ഞമ്മടെ ലൈൻ. നീ കരിങ്കാലി പണി ചെയ്യല്ലേ? അതിന് തന്നൊന്ന് വേഗം പറിച്ചു. വാസുവിന് ഇവിടെ കാണുന്നില്ലല്ലോ.
വാസുവേട്ടന്റെ ചെരുപ്പ്. വാസു, വാസുവേട്ടാ, ആരാ നിന്നെ തല്ലിയത്? ഫാക്ടറിയിലെ പ്രസാദം കൂട്ടരും. പ്രസാദ്, നീ എന്റെ വാസുവിനെ തല്ലുവല്ല. എന്റെ ബാസു, നമ്മൾ പട്ടാങ് പറയുകയാണ്. എന്റെ അഭിപ്രായത്തില് സാവിത്രിനെയും കുഞ്ഞിനെയും ഇനി നീ ഇവിടെ നിർത്തുന്നത് ശരിയല്ല. കാർഗ, ഇവര് എനിക്ക് എന്റെ സ്വന്തം പെങ്ങളെ പോലെയാണ്. എന്റെ ബാസു, നീ ഏത് ദുനിയാവിലാ ജീവിക്കണേ? ഈ സാവിത്രി നിന്റെ പെങ്ങളെ പോലെ എന്നല്ലാണ്ട് പെങ്ങളാണെന്ന് പറയാൻ പറ്റുമോ? ഗോപി ജീവിച്ചിരുന്നപ്പോ അത് കാര്യം വേറെ. ഓ മയ്യത്തായി പോയില്ലേ? ഇനിയിപ്പോ നീയും ഈ പെണ്ണും ഈ വീട്ടിൽ തനിച്ചു കഴിഞ്ഞാ മനുഷ്യന്മാരുടെ കൽബും നോവും വെറുതെ ഇരിക്കുവോ? അത് വേണ്ടാത്ത ഓരോ പ്രസാദങ്ങൾ പറഞ്ഞുണ്ടാക്കൂലേ? എല്ലാം പോട്ടെ, നീ ശ്രീദേവിയും തമ്മിലുള്ള കല്യാണം പറഞ്ഞുറപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ? അത് നടത്തണ്ടേ? ആ പെണ്ണ് ഇവിടെ വന്ന് കയറിയാ പിന്നെ സാവിത്രിക്ക് ഈ വീട്ടിൽ എന്താ സ്ഥാനം? സാവിത്രിയുടെ കുഞ്ഞിനെ നീ മോളായിട്ട് കരുതും. അന്റെ ഭാര്യ അങ്ങനെ കരുതുന്നുണ്ടാ? അങ്ങനെ കരുതാത്ത ഒരു പെണ്ണിനെ എനിക്ക് എന്റെ ഭാര്യയായിട്ടും കരുതാൻ വയ്യ. ഇന്റെ ബാസു, നീ വേണ്ടാത്ത വർത്തമാനം പറയാതെ. ഗോപിയുടെ അച്ഛൻ തടിപോലെ ജീവിച്ചിരിപ്പില്ലേ? ഇനി സാവിത്രിനെയും ഈ കുട്ടീനെയും നോക്കേണ്ട ചുമതല ഓനാ. ഇവരെ ഓന്റെ കയ്യിലങ്ങട്ട് ഏൽപ്പിച്ചു കൊടുക്കുക, അതാ അതിന്റെ മുറ. ഗോപിയുടെ അച്ഛൻ ഇവരെ സ്വീകരിക്കാൻ തയ്യാറില്ലെങ്കിലോ? അന്നേരം നമുക്ക് നോക്കാം. ഖാദർക്ക പറഞ്ഞതാണ് ശരി. എന്താ
ഗോപിയുടെ ഭാര്യയും കുഞ്ഞുമാണിത്. ഏത് ഗോപി? ഓഹോ, എന്റെ മകൻ ഗോപിയുടെ കാര്യമാണോ നീ പറയുന്നത്? എടാ, അവൻ മരിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ ഞാൻ അവനെ ഉപേക്ഷിച്ചതാണ്. ഗോപിയുടെ മരണത്തോടെ ഇവരനാഥരായി. ആര് പറഞ്ഞു അനാഥരായെന്ന്? നീ ഉണ്ടല്ലോ, അതുപോലെ. ഇവരോട് അല്പം കൂടി ദയ കാണിക്കണം. ദയയോ? ഇവളത് അർഹിക്കുന്നില്ല. ഇവളെന്റെ മകന്റെ കൂടെ കഴിഞ്ഞിരിക്കാം. ആ ബന്ധത്തിൽ ഇവളൊരു കുഞ്ഞിനെയും പ്രസവിച്ചിരിക്കാം. അതുകൊണ്ട് മാത്രം എന്റെ മകന്റെ ഭാര്യയാണെന്നും പറഞ്ഞ് ഇവിടെ കയറി വരാൻ ഇവൾക്ക് അവകാശമില്ല. നിങ്ങൾ ഇവരെ ഉപേക്ഷിച്ചാൽ ഇവരെങ്ങോട്ട് പോകും? അത് ഞാൻ ആലോചിക്കേണ്ട കാര്യമില്ല. നിനക്ക് ഇവിടെ വിളിച്ചോണ്ട് പോവാം. അല്ലെങ്കിൽ നിങ്ങളെ പുറത്താക്കാൻ എനിക്ക് എന്റെ ജോലിക്കാരെ വിളിക്കേണ്ടി വരും. വേണ്ട, ഇവരെ ഞാൻ തന്നെ കൊണ്ടുപോകാം. ആരുമില്ലാത്തവരെ സംരക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടാവും. ഇക്കാര്യം പറഞ്ഞ് ഇനി എന്നെ നിർബന്ധിക്കരുത്. ഒരു കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാനുള്ള സ്വസ്ഥത ഇപ്പോഴെനിക്കില്ല. പാവം ശ്രീദേവി, അവൾ എത്ര കാലമൊന്നും പറഞ്ഞ് കാത്തിരിക്കും വാസുവേട്ടാ. ശ്രീദേവി കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്ന പെണ്ണാണ്. ഞാൻ അവളോടെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്റെ ജീവനായിരുന്നു ഗോപി. അവൻ മരിച്ചത് എനിക്ക് വേണ്ടിയാണ്. അവന്റെ ഭാര്യയും കുഞ്ഞിനെയും ഈ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കേണ്ട ചുമതല എന്റെയാണ്. എനിക്ക് ഒരേ ഒരു അപേക്ഷയുള്ളൂ. ഞങ്ങൾ ഒരിക്കലും വാസുവേട്ടനൊരു ഭാരമാകരുത്. ശ്രമിച്ചാൽ എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടാതിരിക്കില്ല. ഞങ്ങൾ മാറി താമസിച്ചോട്ടെ വാസുവേട്ടാ. ഞാനൊരു കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് നിങ്ങൾ വീട് വിട്ടിറങ്ങുന്നതെങ്കിൽ അത് വേണ്ട. ഗോപിയുടെ ഭാര്യയും കുട്ടിയും അനാഥരായിട്ട് ജീവിക്കുമ്പോൾ വാസുവിന് സ്വന്തമായിട്ടൊരു ജീവിതം വേണ്ട. അതിനാരും നിർബന്ധിക്കുകയും വേണ്ട. നല്ലതുപോലെ ആലോചിച്ചിട്ട് തന്നെയാണ് ശ്രീദേവി ഞാൻ പറയുന്നത്. കഴിഞ്ഞതൊക്കെ മറക്കാൻ ശ്രീദേവിക്ക് കഴിയണം. വാസുവേട്ടൻ പറഞ്ഞാൽ എത്ര നാള് വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. വേണ്ട ശ്രീദേവി, എന്റെ വിധി ഏതായാലും ഇങ്ങനെയാണ്. എനിക്ക് വേണ്ടി നിന്റെ ജീവിതം കൂടി നശിപ്പിക്കണ്ട. പോട്ടെ. കാപ്പി. വാസുവേട്ടാ, ഇന്ന് ശ്രീദേവി പെണ്ണ് കാണാൻ ഒരാള് വന്നിരുന്നു. കണ്ടപ്പോ വലിയ സങ്കടം തോന്നി. അവളുടെ അച്ഛനാകാനുള്ള പ്രായമുണ്ട് അയാൾക്ക്. ശ്രീദേവിയെ രക്ഷിക്കാൻ ഇനിയും സമയമുണ്ട് വാസുവേട്ടാ. അമ്മ ഒരു സൂത്രം കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്?
അങ്ങനെ ഒരു സാഹചര്യത്തിൽ രജനി മോൾ അവിടെ വളരുന്നത് ശരിയല്ല. അവൾ ഇവിടെ ജീവിക്കേണ്ടവളാണ്. നിങ്ങളുടെ കാലം കഴിഞ്ഞാൽ നാളെ ഈ സ്വത്തുക്കൾക്കൊരു അവകാശം വേണ്ടേ? ഇതൊക്കെ കണ്ടവർ കൊണ്ടുപോകുന്നതിനേക്കാൾ നിങ്ങളുടെ മകന്റെ കുട്ടി അനുഭവിക്കുന്നതല്ലേ നല്ലത്? അതൊരു പെൺകുട്ടിയാണ്. സാവിത്രിയുടെ കൂടെയാണ് ആ കുട്ടി വളരുന്നതെങ്കിൽ പ്രായമാകുമ്പോൾ വല്ല ചുമട്ടുകാരന്റെയോ കൂലിക്കാരന്റെയോ കൂടെയല്ലേ അവരതിനെ വിവാഹം കഴിപ്പിച്ചയക്കൂ. അത് നിങ്ങളുടെ തറവാടിന്റെ അന്തസ്സിനെ ബാധിക്കില്ല. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ബിയിലെ രജനിയെ കൂട്ടിക്കൊണ്ടുവരൂ. ശരി. എന്താ കുട്ടിയുടെ അമ്മയ്ക്ക് അസുഖം? പെട്ടെന്ന് നിന്നിപ്പി തലയുറ്റി താഴെ വീണു. ആശുപത്രി കൊണ്ടുപോയി. ഇത്തിരി കൂടുതലാ. മോളെ ഉടനെ കാണുമെന്ന് പറയുന്നു. കുട്ടിയുടെ അമ്മയ്ക്ക് സീരിയസ് ആണെന്ന് ഇപ്പൊ പറയരുത്. കുട്ടിയെ അപ്സെറ്റ് ആക്കണ്ട. രജനി മോളെ, മോളെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞ് മോളുടെ അമ്മ പറഞ്ഞയച്ച ആന്റിയാണിത്. കൂടെ ചെല്ലൂ. വാ മോളെ. എനിക്ക് എന്റെ അമ്മയെ കാണണം. അമ്മയുടെ അടുത്ത് പോകണം. മോളെ, ഞാൻ നിന്റെ മുത്തശ്ശനാണ്. മോള് കരയാതെ. ഇതാ ചോക്ലേറ്റ്. മോളെ 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 മോള് ആരുടെ മോള്? രജനി മോള്. അതിന് നീ ഇങ്ങോട്ട് വന്നു? കുട്ടി എന്റെ കൂടെ അയക്കും. ഇല്ലെങ്കിലോ? എടാ, കുട്ടി ഇവിടെ നിന്നോളും. അവൾ എന്റെ കൊച്ചുമോളാ. അവളെ ഞാൻ വളർത്തില്ല. ഇറങ്ങി പോടാ. അവളെ കൊണ്ട് ഞാൻ പോവും. ഓഹോ, ശങ്കര, ഗോപാല, കുട്ടമ്മ, പോയിന്ന നിങ്ങൾ എല്ലാവരും പുറത്തിറക്കി വാഴടക്കി. അമുക്കുകളെ, ഓളെല്ലാം നമ്മളെ പറ്റി എന്താണ് വിചാരിച്ചിരിക്കുന്നത്? നമ്മളെ മോളകത്തുണ്ട്. വാസു, നീ ഇവിടെ നിൽക്കേ. ആ ബത്താലുകൾ ഇനി തിരിച്ചു വരും. നമ്മൾ അകത്ത് പോയിട്ട് വരാം. ഓക്കേ, ഉഷാർ. എടോ തമ്പി, അല്ല, നമ്മൾ അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ്. നീ മനുഷ്യനാണോടാ? കണ്ണും മൂക്കും കൈയും കാലും ഉള്ളത് കൊണ്ട് മാത്രം ഒരുത്തം മനുഷ്യനാവൂല. അത് മൃഗത്തിനുമുണ്ട്. മൃഗവും താനും തമ്മിലുള്ള വ്യത്യാസം. തനിക്ക് കുറെ പണമുണ്ട്, മൃഗത്തിന് അതില്ല. നീ ആരോടാ ഇവിടെ കയറി വന്നതൊക്കെ പറയാൻ? അന്റെ ബാപ്പ ഇറങ്ങി പോകാനുള്ള നമ്മൾ വന്നത്. അന്നോട് രണ്ട് പറഞ്ഞിട്ട് പോകാൻ തന്നെ നമ്മൾ ഇതിന്റെ അകത്ത് വന്നത്. ആരാടാ ഇവരകത്ത് കയറ്റിയത്? ഇവിടെ വേലക്കാരുമില്ലേ? ഉണ്ട്. അവർക്ക് വേണ്ടത് കൊടുത്തിട്ടാ നമ്മൾ ഇങ്ങോട്ട് വന്നത്. ബാക്കിയുള്ളത് വേണമെങ്കിൽ അനക്കും തരാം. താൻ മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങി പോകുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾ നമ്മളെ മൂക്കിൽ വലിച്ചു കളയും, അല്ലേ? എടോ, താൻ ഇവിടുത്തെ വലിയ പവറും പത്താസുമുള്ള പ്രമാണിയാണല്ലോ. പക്ഷെങ്കില് തനിക്ക് ബഹരമില്ല. അതുണ്ടായിരുന്നെങ്കിൽ ഒരു കൊച്ചു കുട്ടീനെ അതിന്റെ തള്ളേന്റെ അടുത്ത് നിന്ന് തട്ടിക്കൊണ്ട് വരുമോ? ഇതെന്റെ മകന്റെ കുട്ടിയാണ്. അല്ല, ഇപ്പോഴാണ് നീ അത് ഓർത്തത്, അല്ലേ? മോന്റെ കുട്ടിയിൽ നീ പറയാണ്. മോൻ മയ്യത്തായി കിടന്നപ്പോ വന്ന് മോന്റെ മുഖമൊന്ന് കാണാത്തവനാണ് നീ. ഇബ്ലീസ്. അന്റെ മുമ്പില് ഈ കുട്ടീനെയും കൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ പെണ്ണേതാണെന്ന് എനക്ക് മനസ്സിലായ. ഈ പെണ്ണിനെയും കെട്ടിക്കൊണ്ട് ഓ ഇതിനകത്ത് വന്നപ്പോ അടിച്ചിറക്കുവാനാണ് നീ. ഓളെ എനക്ക് വേണ്ട, ഓളെ കുട്ടീനെ എനക്ക് വേണം. നീ എന്താ വിചാരിച്ചിരിക്കണേ? പണക്കാരന്റെ കുട്ടീനെ പറയാൻ പാവപ്പെട്ട പെണ്ണുങ്ങളുടെ ഗർഭപാത്രം വാടകയ്ക്ക് കിട്ടുന്ന? അത് ഈ നാട്ടിൽ നടക്കൂലടാ ഹിമാറെ. അനക്ക് ഈ കുട്ടീനോട് സ്നേഹമുണ്ടായിട്ടല്ല അനക്കീനെ വേണമെന്ന് പറയണത്. അന്റെ സ്വത്തിനൊരു അവകാശമില്ല, അതിന് വേണ്ടിയാണ്. പക്ഷെ എങ്കിൽ ഒന്ന് മനസ്സിലാക്കണം, കുട്ടിക്ക് സ്വത്തും മുതലൊന്നുമല്ല വേണ്ടത്, സ്നേഹമാണ്. അതൊക്കെ പറഞ്ഞാ അനക്ക് മനസ്സിലാവൂലേ? നീ അതിനെയും കൊണ്ട് പോമോളെ. അല്ലാ,
ഇത് തോക്കാണ്. ഇതിൽ ഉണ്ടാ ഇല്ലെങ്കിൽ നിറച്ചു വെക്ക്. വെടിവെക്കാൻ തോന്നുമ്പോ ഒരാളെ പറഞ്ഞയച്ചാ മതി. അപ്പൊ നമ്മൾ ഇവിടെ വരാം. വരട്ടെ. സലാം. ഇനിയും വരും മോളുടെ അവകാശം പറഞ്ഞ് ഒരു മുത്തച്ഛൻ. എന്റെ മോളെ ഞാൻ ആർക്കും കൊടുക്കില്ല. തമ്പി അദ്ദേഹം സ്വാധീനമുള്ളവരാണ്, പണക്കാരനാണ്. അങ്ങനെ വെറുപ്പിച്ചിട്ട് നമുക്കിവിടെ സ്വൈര്യമായി കഴിയാൻ പറ്റില്ല. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി നമുക്ക് അകലെ എവിടെയെങ്കിലും പോയി താമസിക്കാം. അതാ നല്ലത്. നിന്നെ കുളിപ്പിക്കാടി മോളെ, വിഷമിക്കാതെ. ബാസ്, നമ്മൾ നാളെ രാവിലെ 7:30 മണിക്കുള്ള മലബാർ എക്സ്പ്രസ്സിൽ പോകണമെന്നാ വിചാരിച്ചിരിക്കുന്നത്. അപ്പഴേ ബാസു, ഇന്നലെ നമ്മൾ പറഞ്ഞില്ലെന്നേ ഉള്ളു. നബീസു പേറും പിറപ്പും ഒക്കെ കൈ നിൽക്കുകയല്ലേ. നമ്മൾ അവിടെ ചെന്നാലുടനെ ഓളെ പുയ്യാപ്പിളന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടണം. അന്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ ആ പണ്ടമെടുത്ത് തന്നാൽ കൊള്ളാം. അതില്ലാണ്ട് ഓളെ പുയ്യാപ്പിളന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നത് കുറച്ചിലാണ്. ഇക്ക നാളെ രാവിലെ പോകുന്നുള്ളൂ. അതിനുമ്പ് മലയെടുത്ത് തരാം. ആ, അത് മതി. അന്റെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ നീ ആ പണ്ടമെടുത്ത് തന്നാൽ കൊള്ളാം. അതില്ലാണ്ട് ഓളെ പുയ്യാപ്പിളന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നത് കുറച്ചിലാണ്. ഇക്ക നാളെ രാവിലെ പോകുന്നുള്ളൂ. അതിനുമ്പ് മലയെടുത്ത് തരാം. അയ്യോ, നമ്മുടെ പശുവിനെ കാണുന്നില്ലല്ലോ. അമ്മാവാ, ഇക്ക നമ്മുടെ പശുവിനെ കാണുന്നില്ല. അതിപ്പോ എവിടെ പോകാനാ? ബാസു പുറത്തെങ്ങാനും അയച്ചു കെട്ടിക്കാണും. നമ്മുടെ പശു അവിടെ പോയി, അതിനെ കണ്ടില്ല. ബാസു, കായില്ലാന്ന് വെച്ച് നീ പശുവിനെ വിൽക്കണ്ടായിരുന്നു മോനെ. ഇക്ക പുറപ്പെട്ടുള്ളൂ. അപ്പോഴേ നാളെ സാറിന്റെ പ്രോഗ്രാം എന്താണ്? നാളെ കോളേജില്ലല്ലോ, അതുകൊണ്ട് സുഖമായി വീട്ടിലിരിക്കും. നാളെ 5 മണിക്ക് താനിവിടെ വരണം. എന്തിനാ? നമുക്ക് ഒരു സിനിമ കാണാൻ പോവാം. അയ്യോ, ഞാനില്ല. എനിക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട്. ആഹാ, എന്ന് വെച്ചാ എനിക്ക് ചോദിക്കാനും പറയാൻ ആരുമില്ലെന്നോ? കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള ഈ ഒരു ഒളിച്ചുകളി ഉണ്ടല്ലോ, അതിനൊരു പ്രത്യേക രസമാണ്. അതുകൊണ്ടാ പറഞ്ഞത് നാളെ വരണം. എന്ത് രസമാണെങ്കിലും ഞാനില്ല, എനിക്ക് പേടിയാ. ദേ, നീ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ നാളെ ഞാൻ അങ്ങോട്ട് വരും. അയ്യോ, അവിടെ അമ്മയമ്മാനൊക്കെ ഉണ്ട്. ആരുണ്ടായാലും എനിക്കെന്താ, ഞാൻ അവിടെ വരും കൃത്യം 5:30 മണിക്ക്. ഇവിടെ ആരില്ലേ?
അല്ല സാറിവിടെ? നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? പിന്നെ മോള് മാറിയെടുത്ത പാക്കറ്റുമായിട്ട് ഞാൻ ഒരു ദിവസം സാറിന്റെ വീട്ടിൽ വന്നിരുന്നല്ലോ. അയ്യോ, നിങ്ങൾക്ക് തെറ്റി. എന്നെ കണ്ടു കാണാൻ വഴിയില്ല. എന്റെ വീട് ഈ നാട്ടിലേ അല്ല. ഇതൊരു വല്ലാത്ത അത്ഭുതമായിരിക്കുന്നുണ്ടോ സാറേ? ഞാനൊരു സെൻസസ് ഉദ്യോഗസ്ഥനാണ്. ഈ നാട്ടിൽ എത്ര പേർ ജനിക്കുന്നു, എത്ര പേർ മരിക്കുന്നു, എത്ര പേർ ഒളിച്ചോടുന്നു എന്നൊക്കെ അന്വേഷിച്ച് കണക്ക് ബോധ്യപ്പെടുത്തണ്ടേ? എന്നാലേ സർക്കാർ നിങ്ങൾക്ക് അരിയും തുണിയും മണ്ണയും ഒക്കെ തരൂ, അല്ലേ? അതെ. സാർ ഇരിക്കൂ. ആ, ഇരിക്കൂ. വേണ്ട, ഇരിക്കണം. എനിക്ക് അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ പേര്? വാസു. വെറും വാസുവോ? അച്ഛനും അമ്മയുടെ പേര് അതാണ്. വാസു. ഇവിടെ വേറെ ആരുമില്ലേ? ഉണ്ടല്ലോ. ആ, സാവിത്രി. വെറും സാവിത്രി എന്നേ ഉള്ളൂ, അതോ സാവിത്രി അമ്മ എന്നാ മറ്റോ? അമ്മയാണ്, പക്ഷെ പേര് സാവിത്രി എന്നേ ഉള്ളൂ. സാവിത്രി. ഇവർ നിങ്ങളുടെ ആരാണ്? പെങ്ങളാണ്. പെങ്ങൾ. അല്ല, ഇവിടെ വേറെ ആരും ഇല്ലേ? ഉണ്ട്. അതാരാണ്? എന്റെ മോളാണ്. എവിടെ? വിളിക്കൂ. അവൾ കുളിക്കുകയാണെന്ന് തോന്നുന്നു. 5:30 മണിക്ക് ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. പിന്നെ എന്തിനാ ആ സമയത്ത് കുളിക്കാൻ കയറിയത്? സാർ വരുമെന്ന് പറഞ്ഞിരുന്നോ? അല്ല, എന്ന് വെച്ചാൽ 5:30 മണിക്കാണല്ലോ സാധാരണ സെൻസസ് എടുക്കാൻ വരുന്നത് എന്ന അർത്ഥത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അവളുടെ പേരും വയസ്സും ഞങ്ങൾ പറഞ്ഞു തന്നാ പോരെ? പോരാ, എനിക്ക് എല്ലാവരും നേരിട്ട് കണ്ട് ബോധ്യപ്പെടണം. നിങ്ങൾ പറയുന്നത് സത്യമാണോ അറിയണമല്ലോ. മോളെ വിളിക്ക്. മോളെ, പേരും വയസ്സും ഒക്കെ എഴുതിയെടുക്കാൻ ഒരാൾ വന്നിരിക്കുന്നു. റേഷൻ കാർഡിനാണെന്നാ തോന്നുന്നത്. എല്ലാരും നേരിട്ട് കാണുമെന്ന് പറയുന്നു. അമ്മയ്ക്ക് വേറെ ജോലിയില്ലേ? അയാളോട് പോയി പണി നോക്കാൻ പറ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? ഗവൺമെന്റിൽ നിന്ന് വന്ന ആളല്ലേ. എല്ലാരെയും നേരിട്ട് കണ്ടേ പോവെന്ന അയാൾ പറയുന്നത്. ഇതാണോ നിങ്ങളുടെ അനന്തരവൾ? അതെ. കുട്ടിയുടെ പേരെന്താ? രജനി. ചോദിക്കുന്ന ഒരു ഉത്തരം പറഞ്ഞാൽ മതി. കുട്ടിയുടെ പേരെന്താ? പറഞ്ഞല്ലോ. കുട്ടിയുടെ സർക്കാർ കാര്യമാണ്. പേരും മറ്റു വിവരങ്ങളും ശരിക്കും പറയണം. പറയൂ. എന്റെ പേര് രജനി, വയസ്സ് 17, നാളെ രേവതി, ഓൾ സയൻസ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നു. വീട്ടു പേര് ചന്ദനത്തറയിൽ. അച്ഛൻ മരിച്ചുപോയി. ഒരു അമ്മാവനുണ്ട്. അമ്മാവന്റെ പേര് വാസു, അമ്മയുടെ പേര് സാവിത്രി. മതിയോ? മതി 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 മതി. ഏത് വീട്ടിൽ ചെന്നാലും എന്നെ കാര്യമായി സൽക്കരിക്കാറുണ്ട്. ഇവിടെ ചായ ഒന്നുമില്ലേ? ഉണ്ടല്ലോ മോളെ. സ്മാർട്ട് ഗേൾ. പക്ഷേ ഇപ്പോഴത്തെ കാലത്തെ പെമ്പിള്ളേരെ പഠിപ്പിക്കുന്നത് വലിയ അർത്ഥമൊന്നുമില്ല. കൊള്ളാവുന്ന വല്ല ചെറുപ്പക്കാരെയും കണ്ടുപിടിച്ച് കല്യാണം കഴിപ്പിച്ച് അയക്കുന്നതാണ് ബുദ്ധി. ഞാൻ ഇറങ്ങുന്നു. വരട്ടെ. അയ്യോ, ഏതാണ് ആ പെൺകുട്ടി? ഒരു പാവപ്പെട്ട വീട്ടിലേതാണ്. പണം ഒരു പ്രശ്നമല്ല. അത് ഈശ്വരാധീനം കൊണ്ട് നമുക്ക് ആവശ്യം പോലെ ഉണ്ടല്ലോ. പക്ഷേ തറവാടിത്തം വേണം. നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്നവരായിരിക്കണം. നീ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിക്ക് അത്രയൊക്കെ ഉള്ള യോഗ്യതയൊക്കെ ഉണ്ടായിരിക്കണം. എങ്കിലേ എനിക്കത് സമ്മതമാവുകയുള്ളൂ. സൗകര്യമായിട്ട് ഒരു ദിവസം നമുക്ക് അവരുടെ വീട്ടിൽ പോയി ആലോചിക്കാം. അയ്യോ, കോയക്കുട്ടി വരുന്നുണ്ട്. സ്വർഗത്തിലെ കട്ടറും ഭാഗമോ ദൈവമേ. രജനിയാണെങ്കിൽ വരാനും സമയമായി.
എന്താ ഇവിടെ? ഒന്നുമില്ല. ആ മനസ്സിലായി, രജനിയെ കത്ത് നിൽക്കായിരിക്കും അല്ലേ? നടക്കട്ടെ. ഞാൻ വാസുവേട്ടന്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്. നിങ്ങളുടെ അച്ഛനും അമ്മയും വാസുവേട്ടനുമായി സംസാരിച്ച് നിങ്ങൾ രജനിയുമായുള്ള വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണെന്ന് എന്നോട് പറഞ്ഞു. ഇനി താമസിയാതെ നല്ലൊരു ദിവസം നോക്കി കല്യാണം നടത്താമല്ലോ. എന്തിനാ ഇങ്ങനെ കാത്തുനിന്ന് വലയുന്നത്? അല്ല, കാർ എവിടെ? സർവീസിന് കൊടുത്തിരിക്കുക. പിന്നെ എനിക്ക് അല്പം ധൃതിയുണ്ട്, ഞാൻ വരട്ടെ. വേണ്ട വേണ്ട വേണ്ട, ഇവിടെ നിന്നോ, ഞാൻ പോയേക്കാം. ആ കാതർക്ക് ചന്ത വരുമെന്ന് പറഞ്ഞു. ഞാൻ പോട്ടെ. ആ പിന്നെ കുറച്ചു നാള് ഞാനിവിടെ ഉണ്ടാകത്തില്ല. അതിനു മുമ്പ് കല്യാണം നടത്തികളല്ലേ? ഇല്ല, വരട്ടെ. ഒരു വിധം രക്ഷപ്പെട്ടു. പണ്ടാരി ഇവളിവിടെ പോയിരിക്കുക. അമ്മേ അമ്മേ. എന്താ മോളെ? അമ്മേ, പിന്നെ ആനിവേഴ്സറിക്ക് എല്ലാവരും കസവും മുണ്ടും നേരിയതാണ് കൊടുക്കുന്നത്. ഒരു മുണ്ടും നേരിയത് എനിക്കും മേടിച്ചു തരുമോ? നീ അമ്മാവനോട് പറ. വേണ്ട, അമ്മ പറഞ്ഞാ മതി. എന്താ മോളെ? ഇവള് വലിയ പെണ്ണായി പോയില്ലേ, ഇപ്പൊ അമ്മാവനോട് ഓരോന്ന് പറയാൻ അവൾക്ക് നാണം. അവൾക്ക് ആനിവേഴ്സറിക്ക് കൊടുത്തോണ്ട് പോകാൻ കസവും മുണ്ടും നേരിയതും വേണമെന്ന്. അതിനെന്താ മോളെ, വാങ്ങിക്കാലോ. അമ്മാവൻ ഇതുവരെ കണ്ടില്ലല്ലോ അമ്മേ. വരാൻ സമയമായില്ലല്ലോ മോളെ. മോള് നോക്കിയിരിക്കുകയായിരുന്നു. മുണ്ടും നേരിയതും. അയ്യോ, ഞാനതൊക്കെ മറന്നു. ഇന്ന് ചന്തയിൽ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. സാരല്ലേ മോളെ, നാളെ വാങ്ങിക്കാം. നീ എന്തിനാ കരയുന്നത്? നാളെ വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞത് കേട്ടില്ലേ? വേണ്ട, നാളത്തെ ആവശ്യത്തിനാ വേണമെന്ന് പറഞ്ഞത്, അല്ലാതെ ഉടുത്തോണ്ട് നടക്കാൻ കൊതിയുണ്ടായിട്ടൊന്നുമല്ല. മോളെ, മോള് കരയാതെ, ഞാൻ ഇപ്പൊ തന്നെ പോയി വാങ്ങിച്ചോണ്ടിരാം. ഈ പെണ്ണിന്റെ കാര്യം. മെനക്കേടായല്ലോ. വാസുവേട്ടൻ എന്നെ ഓർക്കുന്നുണ്ടോ? എന്താ ശ്രീദേവി അങ്ങനെ ചോദിച്ചത്? വാസുവേട്ടൻ ഇരിക്കെ. ശ്രീദേവിയെ ഇവിടെ പ്രതീക്ഷിച്ചതേയില്ല. ഈ നാട്ടിൽ വന്നിട്ട് കുറച്ചു നാളെ ആയുള്ളൂ. ഇനി എന്തെങ്കിലും ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതിയതല്ല. രജനിയും സാവിത്രിയും. മോള് കോളേജിലായി. സാവിത്രിക്കും വിശേഷമൊന്നുമില്ല. ശ്രീദേവിക്ക് കുട്ടികൾ.
ഈ വീട്ടില് വേറെ ആരുമില്ല. സഹായത്തിന് 1-2 ജോലിക്കാരുണ്ട്. അപ്പോ ശ്രീദേവിയുടെ 5 വർഷമേ ഞങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞുള്ളൂ വാസുവേട്ട. ക്യാൻസർ ആയിരുന്നു. ഈ വീടും പറമ്പും എന്റെ പേരിൽ എഴുതി വെച്ചിരുന്നു. കഴിഞ്ഞ വർഷം എന്റെ അമ്മ മരിച്ചപ്പോ ഞാൻ ഇങ്ങോട്ട് പോന്നു. എല്ലാവരും പോയി. ഇപ്പൊ ഈ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായി. വാസുവേട്ടൻ എന്താ കുടിക്കാൻ? പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. ഇനിയൊരു ദിവസം സൗകര്യമായിട്ട് വരാം. വാസുവേട്ടൻ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ എന്നെ? ശ്രീദേവിക്ക് എന്റെ മനസ്സ് മനസ്സിലാകാത്തോണ്ടാണ് അങ്ങനെ ചോദിച്ചത്. ഞാനൊരു പെണ്ണിനെ കുറിച്ച് ആലോചിച്ചിട്ടുള്ളൂ എന്നും. പോട്ടെ, ഇപ്പൊ പുറപ്പെട്ടാലേ സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിലെത്തും. വാസുവേട്ടൻ ഇനിയും വരില്ലേ? വന്നോളാം. ഞാൻ ഡോക്ടറെ കണ്ടു. എന്നിട്ട് എന്ത് പറഞ്ഞു മോനെ? വാസുവേട്ടന്റെ ഒരു കാലം മുറിക്കേണ്ടി വന്നു. വളരെ അത്യാവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കയറി കാണാം. പക്ഷെ പേഷ്യന്റിനെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഇതൊക്കെ പടച്ചോന്റെ ഓരോ വിധിയാണ്. ഓന്റെ വിധിക്ക് കീഴടങ്ങയല്ലാണ്ട് നമ്മളിപ്പോ എന്താ ചെയ്യുക? മതി.
അല്ല ചേച്ചി, ഒന്ന് ഓടിച്ചു പരിചയിക്കാൻ ഒരു കൂട്ടുകാരന്റെ അടുത്ത് നിന്ന് എടുത്തോണ്ട് വന്നതാ. വാസുട്ടാ, ചന്തയിൽ നല്ല മീൻ കണ്ടപ്പോ ചേട്ടന്റെയും ചേച്ചിയുടെയും കാര്യം ഓർമ്മ വന്നു. ഇതാ ചേച്ചി, കറി വയ്ക്കും. ഞാൻ ഇന്ന് ചേട്ടന്റെ കൂടെ ഉണ്ടിട്ടേ പോകുന്നുള്ളൂ. വേണിച്ചായ, നമ്മുടെ കോയക്കുട്ടി ഈടായിട്ട് ചന്തയിൽ നിന്ന് കാണാറില്ലല്ലോ. അതേ, അവൻ ഈടെയായിട്ട് ഡ്രൈവിംഗ് പഠിക്കുന്ന തിരക്കിലാണ്. അതെ അതെ, അവൻ ഡ്രൈവിംഗ് പഠിക്കുക. പക്ഷെ വണ്ടി പഴയതാ. അവന്റെ പുത്തൻ വണ്ടി ഓടിക്കുന്ന ഞാൻ കണ്ടതല്ലേ. ഇവൻ ആരടാ? ഞാൻ വണ്ടി എന്ന് പറഞ്ഞത് സാവിത്രിയെ, വാസുവിന്റെ. അവിടെ ഒരു കൊച്ചു വണ്ടിയുണ്ട്. ആ പെണ്ണെ രജനി വലിയ വണ്ടിയിൽ ഓട്ടം പഠിച്ച കൊച്ചു വണ്ടി എളുപ്പം ഓടിക്കും. കോയക്കുട്ടി, നിനക്ക് 1000 വയസ്സ്. നിന്റെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. മീൻ വാങ്ങിച്ചോണ്ട് പോയെന്നോ ചോറും കറിയും വെച്ച് ഒരുമിച്ചുണ്ടെന്നോ ഒക്കെ കേട്ടു. ശരിയാണ്. ആരുടെ കറിയാ മെച്ചം, അമ്മയുടെയോ മോടെയോ? എടാ, നീ മര്യാദയ്ക്ക് സംസാരിക്കണം. നീ എന്തിനാടാ ചൂടാവുന്നേ? വാസുവിന്റെ കാലും പോയി വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുകയല്ലേ? നീ ചെലവിന് കൊടുത്തു. അപ്പൊ സാവിത്രി നിനക്ക് ചോറ് തരും. കുറെ കഴിയുമ്പോ മോളും ചോറ് തരും. നീ ഭാഗ്യവാനാടാ. ഉണ്ടോ? പക്ഷെ ഒരു കാര്യം, ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് വണ്ടി ഞങ്ങൾക്ക് കൂടെ ഒന്ന് വിട്ടത്.
വന്നേ പറ്റൂ മോളെ. വാ, എന്റെ പെണ്ണുമ്പോൾ വാ. കേറ്. വാ മോളെ. മോളെ, നിന്റെ അമ്മയെ വിവാഹം കഴിച്ചതിന് എന്റെ മകൻ ഗോപിയോട് എനിക്ക് എതിർപ്പുണ്ടായിരുന്നു. അവൻ മരിച്ചിട്ട് പോലും ഞാൻ ചെന്ന് കണ്ടില്ല. ഞാനിപ്പോ ജീവിതത്തിന്റെ ലാഭവും നഷ്ടവും കണക്കൂട്ടുകയാണ്. എന്റെ ജീവിതം ഒരു വലിയ നഷ്ടമായിരുന്നു. പ്രായം എന്റെ മനസ്സിനെയും ശരീരത്തെയും തളർത്തിയിരിക്കുന്നു. ഞാൻ ബന്ധങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്റെ കൊച്ചുമോളെ അന്വേഷിച്ചിറങ്ങിയത്. നിന്റെ അമ്മയെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ഭർത്താവ് മരിച്ചൊരു സ്ത്രീ ഒരു അന്യപുരുഷന്റെ കൂടെ ഇത്രയും കാലം കഴിഞ്ഞത് തെറ്റ്. വാസുവും വിവാഹം കഴിച്ചിട്ടില്ല. അമ്മാവൻ അങ്ങനെയുള്ള ആളല്ല മുത്തച്ഛ. മോള് മുത്തശ്ശന്റെ കൂടെ താമസിച്ചു. ഇനി മോള് വീട്ടിൽ പോണ്ട. ഇല്ല മുത്തച്ഛ, ഞാൻ മുത്തച്ഛനെ കാണാൻ വരുന്നതിനെ ഒളിച്ചാണ്. അമ്മ അറിഞ്ഞ കൊന്നുകളയും. മുത്തച്ഛന് എന്നെ മാത്രം മതിയല്ലോ, എന്റെ അമ്മ വേണ്ടല്ലോ. മോളെ, മുത്തശ്ശൻ പുതിയ ചില തീരുമാനങ്ങളിൽ എത്തിയിരിക്കുന്നു. എന്താണ് മുത്തച്ഛ? അതൊക്കെ പിന്നെ പറയാം. മുത്തച്ഛൻ വന്നു. അമ്മേ, വാസു, വിവരങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. സാരമില്ല. ഇക്കാലത്ത് നല്ലവരെയാണ് ദൈവം ശിക്ഷിക്കുന്നത്. സാവിത്രി, സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. നമുക്ക് പരസ്പരം കുറ്റം പറയാം. പക്ഷെ അതുകൊണ്ട് പ്രയോജനമില്ല. തെറ്റാര് ചെയ്താലും ശരി, അത് മറക്കാനുള്ള കാലവും കടന്നു പോയിരിക്കുന്നു. എന്റെ കാലശേഷം തറവാടിനൊരു അവകാശിയില്ലാതായി പോകുമല്ലോ എന്നുള്ള ചിന്തയാണ് ഇപ്പോഴെന്നെ വല്ലാതെ സ്വൈര്യം കെടുത്തുന്നത്. സാവിത്രി, നീ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനത് ക്ഷമിക്കാൻ തയ്യാറാണ്. തെറ്റോ? എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? പോട്ടെ, അതൊക്കെ ചർച്ച ചെയ്യാനുള്ള അവസരം ഇതല്ല. മക്കളുടെ നല്ല ഭാവി ആഗ്രഹിക്കുന്ന ഏതൊരു അച്ഛനും ചെയ്യാവുന്നതേ ഞാനും ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. നീയും നിന്റെ മകളും എന്റെ കൂടെ വരണം. നമുക്ക് നാട്ടിലേക്ക് പോവാം. എന്റെ വീട്ടിൽ നമുക്ക് ഒരുമിച്ച് താമസിക്കാം. എനിക്ക് മനസ്സിലായില്ല. നിനക്കെന്നോട് പകയും വിദ്വേഷവും കാണും. അത് മനസ്സിൽ നിന്ന് മാറ്റിയാലേ ഞാൻ പറയുന്നത് എന്താണെന്ന് നിനക്ക് മനസ്സിലാവും. നീയും രജനിയും എന്റെ കൂടെ വരുന്നതാണ് നിനക്കും അവളുടെ ഭാവിക്കും നല്ലത്. ഒരിക്കൽ ഈ മോളെയും കയ്യിലെടുത്തുകൊണ്ട് ഞാൻ അങ്ങയുടെ അടുത്ത് വന്നതല്ലേ? പിന്നീട് ഒരിക്കൽ നിങ്ങൾ അവളെ പിടിച്ചോണ്ട് പോയില്ലേ?
ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞതൊന്നും ഓർമ്മിക്കരുത്. എനിക്കാരോടും അപേക്ഷിച്ച് ശീലമില്ല. എനിക്കറിയാം, അങ്ങേക്ക് ആജ്ഞാപിക്കാനേ അറിയൂ. നിങ്ങൾ കാര്യവിവരമുള്ളവനാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞാൽ ഇവരനുസരിക്കുമെന്നും എനിക്കറിയാം. സാവിത്രി, ഇല്ല, ഞങ്ങൾ വരില്ല. നിങ്ങൾക്ക് ബന്ധങ്ങളൊന്നും പ്രശ്നമല്ല. തറവാടിന്റെ പൊള്ളയായ അഭിമാനം മാത്രം മതി. ഇത് ഞാൻ പറഞ്ഞതല്ല, നിങ്ങളുടെ മകൻ ഒരിക്കൽ പറഞ്ഞതാണ്. ഏക മകൻ തറവാടിന്റെ മഹത്വം പറഞ്ഞ് അച്ഛനവനെ അടിച്ചിറക്കി. മനുഷ്യരാരും ചെയ്യാത്ത പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തത്. ഇതും ഞാൻ പറഞ്ഞതല്ല, നിങ്ങളുടെ മകൻ പറഞ്ഞതാണ്. മകന്റെ ഭാര്യയും കൊച്ചുമോളും മറ്റുള്ളവരുടെ കാരുണ്യം കൊണ്ട് ഇത്രയും കാലം ജീവിച്ചു. എന്നിട്ടിപ്പോ അവകാശം പറഞ്ഞ് വന്നിരിക്കുന്നു. ഇതുവരെ ഞാൻ ആരോടും ഒന്നും പറയാതെ എന്റെ എല്ലാ വേദനകളും ഉള്ളിൽ അടക്കി വെച്ചു. ഇനി എനിക്ക് പറയാതിരിക്കാൻ വയ്യ. നിങ്ങളോട് എനിക്ക് ഒരു ബഹുമാനമില്ല. മേലാൽ മകന്റെ അവകാശം പറഞ്ഞ് ഇവിടെ വരരുത്. ഇത് നിങ്ങളുടെ മകൻ പറഞ്ഞതല്ല, ഞാൻ പറയുന്നതാ. മോളെ, മുത്തശ്ശൻ ജീവിച്ചിരിക്കുമ്പോ എപ്പോ വേണമെങ്കിലും നിനക്ക് എൻ്റെ അടുത്തേക്ക് വരാം. എനിക്കുള്ളതെല്ലാം നിനക്കാണ്. മുത്തശ്ശനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ വയ്യ മോളെ. ആലോചിക്കാനൊന്നുമില്ല. അല്ല, ഈ ദിവസവും മുഹൂർത്തവും ഒക്കെ നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതി. എന്താ പോരെ? അവൾക്ക് ഇനിയും കൂടുതൽ പഠിക്കണമെന്നാണ്. അതിനെന്താ, കല്യാണം കഴിഞ്ഞും പെൺകുട്ടികൾ പഠിക്കുന്നില്ലേ? എന്താ? അപ്പോഴേ സാറേ, ഇവിടെ ഇങ്ങനെ ഇരുന്നാ മതിയോ? നമുക്ക് പോകണ്ടായോ? എണീക്ക്. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്തിനാ ഇറങ്ങി നടക്കുന്നത്? എത്ര നാളെന്ന് വെച്ചാ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുക. ഇതൊക്കെ ഞാൻ ഓടി നടന്ന് ജോലി ചെയ്ത സ്ഥലമല്ലേ? മോളുടെ വിവാഹം നടത്തണ്ടേ? നമ്മുടെ ഇല്ലായ്മയൊന്നും നാട്ടുകാരറിയണ്ട. കല്യാണം കേവമാക്കണം. ഒന്നിനും ഒരു കുറവും വരരുത്. അതിനെവിടുന്നാ നമ്മുടെ കയ്യിൽ പണം? ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. വീടും പറമ്പും വിൽക്കാം. ഇതൊക്കെ അന്തോണി ചേട്ടന് പണയല്ലേ? വിറ്റാൽ പണവും പലിശയും കഴിഞ്ഞ് എന്തായാലും നല്ലൊരു തുക ബാക്കി ഉണ്ടാവുമെന്നാണ് എന്റെ കണക്കൂട്ടൽ. വീട് വിറ്റിട്ട് പിന്നെ എവിടെ പോകും? നിങ്ങൾക്ക് മോളുടെ കൂടെ താമസിക്കാമല്ലോ. എന്റെ കാര്യമല്ല. പിന്നെ എന്റെ കാര്യമോ? അതോർത്ത് വിഷമിക്കണ്ട. ഞാൻ ഒറ്റത്തടിയല്ലേ. എന്തെങ്കിലും വഴിയുണ്ടാവും. എന്താ ചേട്ടാ
പ്രത്യേകിച്ച് വെറുതെ ലോഹ്യം പറയാൻ വേണ്ടി ഞാൻ ഒരു വീട്ടിലും പോകാറില്ലെന്ന് വാസുവിന് അറിയാമല്ലോ. എനിക്കൊരു ഒറ്റ കാര്യമുള്ളൂ, എന്റെ പണവും പലിശ എനിക്ക് തിരിച്ചു കിട്ടണം. എനിക്ക് ഓർമ്മയില്ലഞ്ഞിട്ടല്ല, പക്ഷെ ഈ അവസ്ഥയിൽ അത് തന്നെയാ ഞാനും പറയുന്നത്. കർത്താവിന് പൊറുക്കാത്തത് പറയുകയാണെന്ന് നീ വിചാരിക്കരുത്. നിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ആയുഷ്കാലം മുഴുവനും തലകുത്തി നിന്നാലും എന്റെ പണം പോട്ടെ, പലിശ പോലും തരാൻ നിന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് എന്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നാലും ചെയ്തു പോകുന്ന ന്യായമായ ഒരു നടപടി ഞാനും ചെയ്തു പോയി. അന്തോണിച്ചേട്ടൻ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കാനൊന്നുമില്ല. ഒരാഴ്ചക്കുള്ളിൽ കോടതിയിൽ നിന്നും ജപ്തി നോട്ടീസ് വരും. അപ്പോഴെന്താ, നിങ്ങൾ മാറിത്തരണം. വേറൊരു സ്ഥലം കണ്ടുപിടിച്ച് മാറാനുള്ള സാവകാശം നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതിയാ ഞാൻ കാരെ കൂട്ടി ഒന്ന് വിവരം പറയുന്നത്. ഈ വീടിനും പറമ്പിനും കൂടി ഒരു വില നിശ്ചയിച്ചാൽ അന്തോണിച്ചേട്ടൻ തരാനുള്ള തുകയും കഴിഞ്ഞ് ബാക്കിയുണ്ടാവില്ലേ? നീ കണക്ക് പഠിച്ചിട്ടില്ലേ വാസു? വില നിശ്ചയിച്ചാൽ കഷ്ടിച്ച് കറം തീരുമെന്ന് വിചാരിച്ചു, പിന്നെ പലിശയ്ക്ക് ഞാൻ ഇവിടെ പോവും. ഇതല്ലേ വാസു എന്റെ ഏക വരുമാന മാർഗം. അന്തോണിച്ചേട്ടൻ ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. എന്റെ മോളുടെ വിവാഹം തീരുമാനിച്ചിരിക്കുകയാണ്. അത് കഴിയുന്നവരെങ്കിലും ഞങ്ങളെ വീട്ടിൽ താമസിച്ചോട്ടെ. അന്തോണിച്ചേട്ടനും ഇല്ലേ പ്രായമായ പെൺമക്കള്? എന്ന് വെച്ച് കിട്ടേണ്ടത് വാങ്ങിക്കാണ്ടിരുന്നാൽ പെമ്പിള്ളാരെ ഓസിന് കെട്ടിക്കൊണ്ട് പോവോ ആരെങ്കിലും? വാസു, ഇനിയും നീ എന്നെയിട്ട് വിഷമിപ്പിക്കാതെ ഏതെങ്കിലും ഒരു വീട് വാടകയ്ക്ക് ഞാൻ തന്നെ കണ്ടുപിടിച്ചു തരാം. ഇറങ്ങിത്തരാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അന്തോണിച്ചേട്ടാ. പക്ഷെ കല്യാണം കഴിയുന്നവരെങ്കിലും കൂടിയാൽ 1 മാസം. കല്യാണം കഴിഞ്ഞാൽ ഇറങ്ങിത്തരുമെന്ന് എന്താണ് ഒരു ഉറപ്പ്? വാസുവിനെ ഇന്നും ഇന്നലെ അല്ലല്ലോ അന്തോണിച്ചേട്ടൻ കാണാൻ തുടങ്ങിയത്. ഞാൻ ഏറ്റിട്ടുള്ള ഒരു കാര്യവും ഇതുവരെ തെറ്റിച്ചിട്ടില്ലല്ലോ. കല്യാണം കഴിഞ്ഞ് മോളിവിടെ നിന്ന് ഇറങ്ങിയാൽ പുറകെ ഞങ്ങൾ ഇറങ്ങിത്തരാം. ഞാൻ ബ്ലേഡാണ്, കഴുത്തറപ്പനാണ് എന്നൊക്കെയാണല്ലോ നാട്ടുകാർ പറയുന്നത്. ഞാനിങ്ങനെ ഒരു സൗജന്യം ചെയ്തു തന്നു എന്നുള്ളത് നീ 10 പേരോട് പറയണം. സാവിത്രി കേട്ടല്ലോ? മനസ്സിലാക്കട്ടെ ചെറ്റകള് അന്തോണിച്ചേട്ടൻ ആരാണെന്ന്. നമസ്കാരം. നമസ്കാരം. എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാനാണ് രവി. വെറും രവിയല്ല, കോൺട്രാക്ടർ രവി. മകൻ ഒരാൺകുട്ടി ഉണ്ടല്ലേ? ഉണ്ട്. വളച്ചു കെട്ടില്ലാതെ ഉള്ള കാര്യം പറഞ്ഞേക്കാം. എന്തിനാ അതിനെ കൊണ്ടുപോയി പടുകുഴിച്ചടിക്കുന്നേ? എന്താ കാര്യം? അതായത് നമ്മുടെ പയ്യൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ വീട്ടിൽ ഒരുത്തൻ കൂടെ താമസമുണ്ടല്ലോ, ഒരു വാസു. അവൻ ആരാണെന്ന് അറിയാമോ? അത് ആ പെണ്ണിന്റെ അമ്മാവനല്ലേ, സാവിത്രിയുടെ സഹോദരൻ. സഹോദരൻ? ആ, വെളിച്ചം വീണ സഹോദരൻ. വിളക്കടച്ചു കഴിഞ്ഞാ പിന്നെ സഹോദരിയുടെ മുറിയിലാ സഹോദരൻ. നിങ്ങൾ ക്ഷമിക്കണേ. ആ, ഇതുപോലെ ഒരുപാട് സഹോദരി സഹോദരന്മാർ ഈ നാട്ടിലുണ്ടോ? നിങ്ങൾ പറയുന്നത് സത്യമാണോ? സത്യമാണോന്ന് ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ വിശദമായി ഒന്ന് തിരക്കി നോക്ക്. സാവിത്രി വാസുവിന്റെ സഹോദരിയാണോന്ന്. അപ്പോ അവർ നമ്മളെ കളിപ്പിക്കാണല്ലോ ചെയ്തത്. കൊലച്ചതില്ലയോ ചെയ്തത്? പെണ്ണിന് തന്തയില്ല, ആ അമ്മാവനുണ്ട്. എന്നാലത് അമ്മാവനാണോ? നിങ്ങൾ ക്ഷമിക്കണേ, അല്ല, അമ്മയുടെ കാമുകനാണ്. സത്യമാണോന്ന് നിങ്ങൾ വേറെ ആരോടും ചോദിക്കണ്ട, ആ പെണ്ണിനോട് തന്നെ നേരിട്ട് ചോദിച്ചാൽ മതി. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അച്ഛൻ രജനിയെ കുറ്റപ്പെടുത്തരുത്. ആരെങ്കിലും പറയുന്നത് അപ്പടി അങ്ങ് വിശ്വസിക്കാൻ ഞാൻ വെറും വിഡ്ഢിയൊന്നുമല്ല. മാത്രമല്ല, അന്വേഷണത്തിൽ ആ കുട്ടിയുടെ അമ്മയെയും വാസുവിനെയും കുറിച്ച് ആളുകൾ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അവരെ പരിചയപ്പെട്ടിടത്തോളം എനിക്കങ്ങനെ തോന്നിയിട്ടില്ല.
ശരിയാണ്. പക്ഷേ വാസു ആ സ്ത്രീയുടെ സ്വന്തം സഹോദരനാണെന്നല്ലേ നമ്മളെ ധരിപ്പിച്ചത്? അതിനെപ്പറ്റി നീ എന്ത് പറയുന്നു? അവർ തമ്മിൽ ചീത്ത ബന്ധമുണ്ടെങ്കിൽ തന്നെ ആ പാവം പെൺകുട്ടി എന്ത് വിളിച്ചു? അവിടെയാണ് പ്രധാന പ്രശ്നം. വഴിപിഴച്ച രക്ഷിതാക്കളുടെ കീഴിൽ വളരുന്ന ഒരു പെൺകുട്ടിയുടെ സ്വഭാവശുദ്ധിയെക്കുറിച്ച് നമ്മൾ 10 വട്ടം ആലോചിക്കണം. രജനിയെക്കുറിച്ച് എനിക്ക് നല്ലതേ തോന്നിയിട്ടുള്ളൂ. നിന്റെ ഒരാഗ്രഹത്തിനും ഞാൻ ഇതുവരെ എതിര് പറഞ്ഞിട്ടില്ല. പക്ഷേ ആ പെൺകുട്ടിയെക്കുറിച്ച് ഇത്രയുമൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഈ ബന്ധത്തിന് സമ്മതം മൂളാൻ എന്റെ മനസ്സെന്നെ അനുവദിക്കുന്നില്ല. എനിക്കറിയാം നിനക്ക് വിഷമം ഉണ്ടാവുമെന്ന്. എന്താ മോളെ? ഇനി ഒന്നും ഉണ്ടാവാനില്ല. എന്താ? എന്ത് പറ്റി? സുഖേട്ടൻ എന്നെ വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞു. കാരണം ഞാൻ തന്നെ പറയണോ? നീ എന്താ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ അമ്മയ്ക്കും അമ്മാവിനും മാത്രം ഒന്നും മനസ്സിലാവില്ല, ബാക്കിയുള്ളവർക്കെല്ലാം മനസ്സിലാവുന്നു. അതാണല്ലോ കുഴപ്പം. നമ്മുടെ പഴയ വീടിനടുത്ത് താമസിച്ചിരുന്ന ഒരു കോൺട്രാക്ടർ രവിയെ അമ്മയ്ക്കറിയാമോ? നമുക്കൊന്ന് കൂടണമല്ലോ. അയാൾ സുഖേട്ടന്റെ വീട്ടിൽ ചെന്ന് എല്ലാം പറഞ്ഞു. എല്ലാം എന്ന് പറഞ്ഞാൽ അമ്മാവൻ എന്റെ സ്വന്തം അമ്മാവനല്ലെന്ന്. അമ്മയുടെ എനിക്കത് പറയാൻ ലജ്ജയാവുന്നമ്മേ. എനിക്ക് എന്റെ അമ്മയെ വിശ്വാസമാണ്. പക്ഷേ നാട്ടുകാരെ ഞാനിത് എങ്ങനെ ബോധ്യപ്പെടുത്തും? എന്താ മോളെ, എന്തിനാ കരയുന്നത്? കരയിപ്പിക്കാൻ ഒരാളുള്ളതുകൊണ്ട്. അമ്മാവൻ എങ്ങനെ നിങ്ങൾ എന്റെ അമ്മാവനായത്? എടീ, നീ ആരോടാ ചോദിച്ചത്? ഈ നിൽക്കുന്നത് ആരാണെന്ന് എനിക്കറിയാമോ? നിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഇത്രയും കാലം നിന്നെ തീറ്റിപ്പോറ്റി വളർത്തിയത് ആരാണെന്ന് എനിക്കറിയാമോ? അതിന്റെ ശിക്ഷയാണല്ലോ ഞാൻ ഇപ്പൊ അനുഭവിക്കുന്നത്. അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ എന്തിനാ ഒരു അന്യപുരുഷന്റെ സൗജന്യം സ്വീകരിക്കാൻ പോയത്? ഏതെങ്കിലും വീട്ടിൽ വേലയ്ക്ക് നിന്നിട്ട് അമ്മയ്ക്ക് എന്നെ പോറ്റാമായിരുന്നില്ലേ? ഇല്ലെങ്കിൽ കഴുത്ത് ഞെരിച്ചെന്നെ കൊല്ലാമായിരുന്നില്ലേ? അമ്മയോട് ഇങ്ങനൊന്നും പറയരുത് മോളെ. സുഖവൻ എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട്. ഞാൻ തന്നെ അവരുടെ വീട്ടിൽ പോയി എല്ലാം സംസാരിച്ച് ശരിയാക്കാം. വേണ്ട, അങ്ങോട്ട് ഇനി ആരും പോണമെന്നില്ല. നിങ്ങൾ എന്റെ ആരാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് നേരെ ചെല്ലും. ഇത്രയും കാലം ഇത് നിന്റെ ആരായിരുന്നടി? അമ്മയുടെ ആരാ? അത് ആദ്യം പറ. സുഖുവേട്ടൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അമ്മയ്ക്കറിയാമോ? ഇന്നലെ കണ്ടുമുട്ടിയ ഒരുത്തൻ എന്തോ പറഞ്ഞെന്ന് വെച്ച് നീ ഇങ്ങനെ നന്ദികേട് കാണിക്കുന്നു. നന്ദികേടല്ലമ്മേ, ഓരോരുത്തർക്കും വലുത് അവരവരുടെ ജീവിതമാണ്. സുഖുവേട്ടൻ ഇന്ന് എന്നോട് ചോദിച്ചതിന്റെ ഉത്തരം അമ്മ പറയണം. ഇത് നമ്മുടെ ആരാണ്? എടീ, ഇത്രയും കാലമായിട്ടും നിനക്കത് മനസ്സിലായില്ല അല്ലടി? എന്റെ അമ്മയുടെ വയറ്റിൽ പിറക്കാത്ത എന്റെ സഹോദരൻ എനിക്കിത് വിവാഹം കഴിക്കാൻ സാധ്യമല്ല. നമ്മുടെ വിവാഹം ഒരിക്കലും നടക്കില്ല. മോള് വിഷമിക്കണ്ട, എല്ലാ കാര്യത്തിനും പരിഹാരം കണ്ടെത്താം. മോക്ക് ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരനെ കൊണ്ട് തന്നെ മുത്തശ്ശൻ മോളുടെ കഴുത്തിൽ താലി കെട്ടിക്കും. എന്റെ കടമകളെല്ലാം എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്.
ഇനി ഒന്ന് മാത്രമേ ബാക്കിയുള്ളൂ, മോളുടെ വിവാഹം. അത് ഈ സാഹചര്യത്തിൽ അവളുടെ മുത്തച്ഛന്റെ വീട്ടിൽ വെച്ച് അദ്ദേഹം തന്നെ നടത്തി കൊടുക്കുന്നതാണ് നല്ലത്. മുത്തച്ഛൻ, അവൾക്ക് എന്നാ ഒരു മുത്തച്ഛൻ ഉണ്ടായത്? എന്നും ഉണ്ടായിരുന്നു. നമ്മളും മുത്തച്ഛനും അത് അംഗീകരിച്ചു കൊടുക്കാൻ വൈകിയതേ ഉള്ളൂ. നിങ്ങളും ഇനി മോളുടെ കൂടെ അവിടെ പോയി താമസിക്കണം. അപ്പോ വാസുവേട്ടൻ? ഞാൻ എന്നും ഒറ്റയ്ക്കായിരുന്നില്ലേ, ഇനിയുള്ള കാലവും അങ്ങനെ തന്നെ കഴിഞ്ഞോളാം. വാസുവേട്ടനെ വിട്ടിട്ട് ഞാൻ എവിടെയും പോവില്ല. ഇല്ല, ഞാൻ എവിടെയും പോവില്ല. കാര്യം കാണാൻ ഉപയോഗിക്കുന്ന മാർഗത്തിന്റെ ശരിയും തെറ്റും ഞാൻ മുമ്പ് ആലോചിച്ചിട്ടില്ല. എനിക്ക് നിങ്ങളോടൊക്കെ ഒന്ന് മാത്രമേ പറയാനുള്ളൂ, കഴിഞ്ഞതൊക്കെ മറക്കണം. അങ്ങനെ മറക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ നിങ്ങൾ ഈ ചെയ്തിട്ടുള്ളത്. എന്റെ അമ്മ വേണ്ടാത്ത മുത്തച്ഛനെ എനിക്കും വേണ്ട. മോളെ, അമ്മേ, അമ്മ എന്നോട് ക്ഷമിക്കണം. നീ ക്ഷമ ചോദിക്കേണ്ടത് എന്നോടല്ല. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോളെ. തെറ്റ് ചെയ്യാൻ നിനക്ക് സാധിക്കുകയില്ല. ഇനി ഒരിക്കലും ഈ വീട്ടിലേക്ക് വരാൻ ഇടയാകരുതെന്ന് വിചാരിച്ചതാണ്. തമ്പിയകുന്ന് പണക്കാരനാണ്, പക്ഷേ എല്ലാറ്റിലും വിലപിടിപ്പുള്ള ഒരു സ്വത്താണ് നിങ്ങളുടെ മകൻ എന്നെ ഏൽപ്പിച്ചിട്ട് പോയത്. ഇത്രയും കാലം കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാനത് കാത്തു സൂക്ഷിച്ചു. ഞാൻ തളർന്നു. ഇനി എനിക്കൊന്നിനും വയ്യ. സ്വന്തം മനസ്സിനേക്കാൾ നന്നായിട്ട് എന്നെ അറിയാവുന്ന ആളാണ് ഖാദർക്ക. അദ്ദേഹത്തെ സാക്ഷി നിർത്തി സാവിത്രിയും രജനി മോളെയും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. രജനിയെ സംരക്ഷിക്കാൻ ഇനിയൊരു മുത്തച്ഛന്റെ ആവശ്യമില്ല. പറ്റിപ്പോയ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കാൻ കൂടിയാണ് ഞങ്ങൾ വന്നത്. എല്ലാം നല്ലതിലേ അവസാനിക്കൂ എന്നെനിക്കറിയാമായിരുന്നു. ഇത്രയും കാലം ജീവിച്ചതിന് ഒരർത്ഥമുണ്ടെന്ന് തോന്നിയത് ഇന്നാണ്. എനിക്ക് തൃപ്തിയായി. അമ്മാവൻ പോട്ടെ മോളെ. വാസു എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ടായാലും ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അല്ല, ഇന്നു മുതൽ സാവിത്രിയും രജനിയും മാത്രമല്ല, വാസുവും ഈ വീട്ടിലൊരു അംഗമാണ്. ഇല്ല, എന്റെ ജോലി കഴിഞ്ഞു. ഇനി നിങ്ങൾക്കൊക്കെ ഒരു അധികപ്പറ്റായി എനിക്ക് ജീവിക്കണമെന്നില്ല. പോയേ പറ്റൂ. വാസുവേട്ടാ, വാസുവേട്ടന്റെ തീരുമാനത്തിനെതിരെ പറയാൻ എനിക്ക് അവകാശമില്ല. പക്ഷേ ഓനെ തടയണ്ട മോളെ. ഒക്കെ തീരുമാനിച്ച നിലയ്ക്ക് ആർക്കും ഓന്റെ മനസ്സ് മാറ്റാൻ പറ്റില്ല. അമ്മാവൻ എവിടെയും പോണ്ട. അമ്മാവൻ എങ്ങും പോകാൻ ഞാൻ സമ്മതിക്കില്ല. മോളെ, മോളെ, നീ വിഷമിക്കാണ്ടി. ഓനേടെയും പോവില്ല. നമ്മളാണ് പറയണത്. ഇതൊന്നും നമ്മുടെ കളിയല്ല, പടച്ചോന്റെ ഹൃദയത്താണ്.